ദൈവവചന ശുശ്രൂഷകളിലേക്ക് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷമാണ് നാം രാവിലെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ ഭാഗത്തിൻ്റെ അടുത്ത വിഷയത്തിലേക്ക് വന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21, 22, 25, 28 4 വാക്യങ്ങൾ വായിച്ച് വീണ്ടും നമ്മൾ ആത്മീയ ശുശ്രൂഷകളുടെ വചനഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ ഒരു പ്രാവശ്യം കൂടെ വായിച്ചാണ്. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാനി സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അപ്പം മകളുടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മമ്മി വന്നത്. ഉദരത്തിനകത്ത് 9 മാസം കൊണ്ട് നടന്ന് വേദനയോടെ പേറി പ്രസവിച്ച ഒരു തലമുറയുടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു മമ്മി ദൈവസന്നിധിയിൽ വന്ന വാക്യമാണത്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. എൻ്റെ മകൾക്ക്, ഞാൻ രാവിലെ പറഞ്ഞു ആ പദം, ഭൂതമാണെന്നല്ല, ഭൂതത്തിൻ്റെ ഉപദ്രവമാണെന്നല്ല, ഭൂതത്തിൻ്റെ ഉപദ്രവം കഠിനമായിരിക്കുന്നു. അപ്പം ഭൂതം പ്ലസ് ഭൂതത്തിൻ്റെ ഉപദ്രവം പ്ലസ് ഭൂതത്തിൻ്റെ ഉപദ്രവത്തിൻ്റെ കാഠിന്യത, കൈവിട്ടു പോയൊരു വിഷയം ആ മമ്മി യേശുവിനോട് നിലവിളിക്കുകയാണ്. നിലവിളിച്ചു. 25-ാമത്തെ വാക്യം. എന്നാൽ അവൾ വന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വേണം അതിനെ ചിന്തിക്കാൻ. അവൾ വീണ്ടും വന്നു എന്ന് വെച്ചാൽ ഒരിക്കൽ അവൾ വന്നതാണ്, പക്ഷെ വീണ്ടും എന്ന് വെച്ചാൽ പിറ്റേ ദിവസം വന്നെന്നല്ല, അടുത്ത മണിക്കൂറുകൾ വന്നെന്നല്ല, അതേ സാഹചര്യത്തെ തന്നെ വീണ്ടും വീണ്ടും യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ അപ്രോച്ച് ചെയ്ത് വരികയാണ്. അവൾ വീണ്ടും വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനെ നമസ്കരിച്ചുള്ളൂ എന്നുള്ള വാക്ക് അടിവരയിടണം. ആ വിഷയത്തിലൂടെ നമ്മൾ വരും. 28-ാമത്തെ വാക്യം കൂടെ വായിച്ച്, യേശു അവളോട് കലകി മറിയുന്ന തിളച്ചു മറിയുന്നൊരു വിഷയത്തിൻ്റെ കൺക്ലൂഷൻ പാർട്ടിൽ യേശു പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെയൊക്കെയും നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. വിഷയം മകളുടെ വിഷയമാണ്, ചോദിച്ചതും തലമുറയുടെ വിഷയമാണ്. അത്ഭുതം നടന്നപ്പോൾ യേശു പറയുക, തലമുറയുടെ വിഷയത്തെ മാത്രം അത്ഭുതം ചെയ്യാമെന്നല്ല, നിനക്കിഷ്ടമായിരിക്കുന്നത് സംഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അർത്ഥം, നീ ചോദിച്ചതിനേക്കാൾ, നീ ചിന്തിച്ചതിനേക്കാൾ, നീ നനച്ചതിനേക്കാൾ, നീ നിരൂപിച്ചതിനേക്കാൾ അത്യന്തം പരമായി നിനക്ക് വേണ്ടി ചെയ്യുന്നൊരു സർവശക്തനായ ദൈവം. ഈ രാത്രിയിലെ യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ പറയാം, ഉപവാസ പ്രാർത്ഥനയുടെ 6 ദിനരാത്രങ്ങൾ നിങ്ങൾ വെച്ചവതരിപ്പിച്ചൊരു വിഷയത്തിൽ മാത്രം അത്ഭുതം ചെയ്യുന്നവനല്ല സർവശക്തനായ ദൈവം. നീ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം അത്ഭുതം ചെയ്യുന്ന സർവശക്തനായ ദൈവം. പറഞ്ഞതും പ്രാർത്ഥിച്ചതും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒറ്റ വിഷയ ദൈവസന്നിധിയിലേക്ക് വച്ചോളൂ. പക്ഷെ അത്ഭുതം നടന്നപ്പോൾ ദൈവം പറയുക, തലമുറയ്ക്ക് വേണ്ടി മാത്രം അത്ഭുതം തരാമല്ല, നിനക്കെന്തെല്ലാം ഇഷ്ടമായിരിക്കുന്നോ അത് സംഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്ക് ഭയങ്കര പെർഫെക്റ്റായ വാക്കാണ്. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അപ്പോൾ പകല് പറഞ്ഞ വിഷയത്തിൻ്റെ ബാക്കി ഭാഗമാകിയാൽ പകൽ എന്ത് പറഞ്ഞു എന്നൊറ്റ വാക്കിൽ പറയേണ്ട ആവശ്യകതയുണ്ട്. പകൽ വരാത്ത സഹോദരങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്, കണ്ണിൻ്റെ ഇമ പോലും വെട്ടാതെ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പകൽ എന്തായിരിക്കും പാസ്റ്റർ പറഞ്ഞത്, ഇനി രാത്രി ഞങ്ങൾക്ക് അതിൻ്റെ വാക്യം മനസ്സിലാകുമോ? നിങ്ങളുടെ ഇരിപ്പ് ആവേശമൊക്കെ കാണുമ്പോഴേ അറിയാം. പകൽ പറഞ്ഞത് അറിയാൻ നിങ്ങളുടെ മനസ്സിൽ വൈകിട്ട് വന്നവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ പകൽ വന്നവർ പറയുന്നുണ്ട്, പാസ്റ്റർ വേണമെങ്കിൽ 2 മിനിറ്റ് റെസ്റ്റ് എടുത്തോ, 5 മിനിറ്റ് ഞങ്ങൾക്ക് താവാസ്റ്റേ, പകൽ പറഞ്ഞതല്ലേ ഞങ്ങൾ പറയാം. ആണ്ടോ, സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം നിങ്ങൾ പറയും. എന്നാലും ഒരു ആശങ്ക, അങ്ങാനും ചോദിച്ചേ പറഞ്ഞില്ലേലോ, അപ്പോൾ അതെനിക്ക് സങ്കടമാവും. അതുകൊണ്ട് നിങ്ങൾ പറയണ്ട, ഞാനങ്ങ് പറയാം, മനസ്സിലൊന്നുകൂടെ ഓർത്തെടുത്താൽ മതി. പകൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പകൽ ഈ വിഷയത്തിൻ്റെ രാമുഖ സന്ദേശം മാത്രമേ പറഞ്ഞോളൂ. പകൽ നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് അത്ഭുതവാനായ ദൈവം എന്ന് പറയുന്നൊരു വിഷയത്തിൻ്റെ ഹെഡിങ് പിടിച്ചു നിർത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. പഴയ നിയമത്തിൽ 1-2 അത്ഭുതങ്ങളൊക്കെ നമ്മളിങ്ങനെ തൊട്ട് പറഞ്ഞു. പുതിയ നിയമത്തിലോട്ട് വന്നു. പുതിയ നിയമത്തിനകത്ത് സത്യത്തിൽ യേശു തൻ്റെ അത്ഭുതം ആരംഭിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത്ഭുതം ആരംഭിക്കുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം. ഇത് സത്യത്തിൽ സൺഡേ സ്കൂളിനകത്ത് ഒരു ക്വിസ് ചോദിച്ച ചോദ്യമാണ്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം ഏതാണ്? നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും ചാടിക്കുത്തി എഴുതി, സാറേ കാനാവിലെ കല്യാണ വീട്, പച്ചവെള്ളം വീഞ്ഞായി. എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടി, എല്ലാവർക്കും പ്ലസ് പോയിന്റ് കിട്ടി. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അതേ ക്വിസ് മാസ്റ്റർ 2ാമത്തെ ചോദ്യം ചോദിച്ചു, യേശുവിൻ്റെ അവസാനത്തെ അത്ഭുതം ഏതാണ്? ഓരോ കുഞ്ഞുങ്ങളും ഓരോന്ന് എഴുതാൻ തുടങ്ങി. ചില കുഞ്ഞുങ്ങൾ എഴുതി, സാറേ ഗസമനത്തോട്ടത്തിൻ്റെ മണ്ണ്. ഗസമനത്തോട്ടത്തിൻ്റെ മണ്ണ്. പത്രോസ് ഒരുത്തിൻ്റെ കാത് വെട്ടി യേശു അതങ്ങ് ഒട്ടിച്ച്
ചേർത്തു. അതാ യേശു ചെയ്ത അവസാനത്തെ അത്ഭുതം. പിന്നെ യേശു അത്ഭുതമൊന്നും ചെയ്തില്ല, ക്രൂശിലോട്ട് കയറിപ്പോയതാ. പക്ഷെ ഒരു കൊച്ചു അതിനേക്കാൾ ബുദ്ധിപരമായി എഴുതി, അതൊന്നുമല്ല സാറേ, അതെല്ലാം കഴിഞ്ഞ് യേശു ക്രൂശിൽ കിടക്കുന്ന സംഭവമില്ലേ. അപ്പോൾ യേശുവിൻ്റെ 2 കയ്യിൽ ആണി തറയ്ക്കപ്പെട്ട് കിടക്കല്ലേ, കാലിനകത്ത് കാലിരുമ്പിന് ആണിയല്ലേ, യേശു ഇങ്ങനെ ചലനമറ്റ് കിടക്കല്ലേ. ചലനമറ്റ് കിടക്കുന്ന കർത്താവ് ഭൂമിയെ പിടിച്ച് കുലുങ്ങി. അപ്പോൾ ബൈബിൾ പറഞ്ഞു ഒരു ഭൂകമ്പമുണ്ടായി. അതാ യേശു ഇത് അവസാനത്തെ അത്ഭുതം. പല കുഞ്ഞുങ്ങളും പലതും എഴുതിയപ്പോൾ അതിനകത്തൊരു കൊച്ചു കുഞ്ഞു മാത്രം എഴുതി വെച്ചിരിക്കുക, ഇതൊന്നുമല്ല സാറേ യേശുവിൻ്റെ അവസാനത്തെ അത്ഭുതം. ഞാൻ ഈ സൺഡേ സ്കൂളിൽ വന്നിരിക്കുന്നതാണെന്നൊരു സ്വത്രം പറഞ്ഞാണ്ട്, അതൊരു ഭയങ്കര അത്ഭുതമല്ലേ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ലജ്ജയില്ലാതെ കര ഉയർത്തി പറഞ്ഞേ, ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നതാ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത അവസാനത്തെ അത്ഭുതം. എൻ്റെ സഹോദരങ്ങളെ, കര ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞാനൊരു ദൂത് പറയട്ടെ. ഇവിടെ വന്നിരുന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്നെങ്കിൽ അതാ നമ്മുടെ ദൈവം ചെയ്ത അവസാനത്തെ അത്ഭുതം. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോവിഡ് ഇവിടെ നടമാടിയപ്പോൾ എത്രയോ സഹോദരങ്ങളെ പെട്ടിക്കകത്തേക്ക് ഇറക്കി വെച്ചല്ലേ, നമ്മുടെ സമപ്രായത്തിലുള്ള പലതിൻ്റെ അടക്ക ശുശ്രൂഷ നമ്മൾ നടത്തിയല്ലേ. ഇന്ന് രാത്രിത്തെ മീറ്റിങ്ങിനകത്ത് ആയുസ്സിനും ആരോഗ്യത്തിനും അവയവങ്ങൾക്കും കേടില്ലാതെ വന്നിരിക്കാൻ പറ്റുന്നെങ്കിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്ത മഹാ അത്ഭുതമാ. അതെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എൻ്റെ സഹോദരങ്ങളെ നോക്കി ഞാൻ പറയാ, കഴിച്ച ആഹാരത്തിൻ്റെ ബലമല്ല ഇന്ന് രാത്രി ഇരിക്കുന്നത് കേട്ടോ, എടുത്ത മെഡിസിൻ്റെ പ്രാപ്തിയല്ല, നോക്കിയ ഡോക്ടർമാരുടെ കഴിവല്ല, അത്ഭുതവാനായ ദൈവത്തിൻ്റെ കരം നമ്മളെ ശിരസിനകത്ത് ഇരുന്നത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, 2 ഇഞ്ച് വലിപ്പമുള്ളൊരു ലൈസൻസ് ഉണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടല്ല, നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിയതിൻ്റെ പിന്നിൽ ഒറ്റ രഹസ്യമുള്ളൂ, അത്ഭുതവാനായ ദൈവം നമ്മുടെ വാഹനത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. ഒരു പക്ഷേ എന്നേക്കാൾ യാത്ര ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരങ്ങളിൽ കൂടുതലും, എന്നെക്കാൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നവരായിരിക്കാം എൻ്റെ സഹോദരങ്ങൾ. അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ചും കൂടെ മനസ്സിലാകും. ഇപ്പം രാവിലത്തെയും വൈകിട്ടത്തേക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഒത്തിരി നേരം റെസ്റ്റ് എടുക്കാൻ എനിക്ക് അവസരം കിട്ടി. സാധാരണ രീതിയിൽ ചിലപ്പോൾ അങ്ങനെ അവസരം കിട്ടാറില്ല. പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ആരെങ്കിലും വീടുകളിലൊക്കെ വിളിച്ചുകൊണ്ട് പോകും പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ എത്രത്തോളം മുതലെടുക്കാവോ അത്രത്തോളം മുതലെടുക്കുക. നിങ്ങൾ നല്ല കൂട്ടമാണ്, പാസ്റ്റർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ തന്നു. സ്തോത്രം. അപ്പോൾ സാധാരണ ഈ പകലും മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീടുകളിലെ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ രാത്രിത്തെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ടയേർഡാകുമല്ലേ, അപ്പോൾ വണ്ടിക്കകത്ത് ഒറ്റക്കുള്ള ഡ്രൈവിംഗ് ഒക്കെയാണ് ചില സമയങ്ങളിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണൊക്കെ അങ്ങ് അടഞ്ഞു പോകും. വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണൊക്കെ അടഞ്ഞു പോകും. ഇപ്പം നമ്മുടെ മീറ്റിങ്ങിനകത്ത് ചിലരിയ്ക്കുന്ന പോലെ ഇങ്ങോട്ട് വാ പാസ്റ്റർ എന്നൊക്കെ കാണിക്കുന്ന പോലെ ഇങ്ങനെ കണ്ണൊക്കെ അങ്ങ് അടഞ്ഞു പോകും. അങ്ങനെ അടഞ്ഞു പോകുമ്പോൾ സ്തോത്രം. സത്യത്തിൽ ഇങ്ങനെ ബോധമില്ലാതെ എത്രയോ പ്രാവശ്യം ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഓപ്പോസിറ്റ് വരുന്നവൻ അങ്ങാനും ബ്രൈറ്റ് അടിച്ച് കാണിക്കുമ്പോഴാണ് ബോധം വീടുന്നത്. അയ്യോ, ഇത്രയും നേരം കണ്ണടച്ചാണ് ഓടിച്ചേ, അമ്മൻ തകർന്നു പോയേനയല്ലോ. അപ്പോൾ ദൈവം ശാന്തമായി പറയുന്നൊരു ശബ്ദമുണ്ട്, ഇല്ലടാ, വാക്തത്വം നിന്റെ ശിരസിനകത്ത് കിടക്കുന്നിടത്തോളം കാലം നീ നിന്റെ വാഹനത്തിന്റെ ഡ്രൈവിങ്ങിന്റെ മിടുക്ക് കൊണ്ടല്ല എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതിന് ഒറ്റ രഹസ്യമുള്ളൂ, അത്ഭുതവാനായ ദൈവം നമ്മുടെ വാഹനത്തിനകത്ത് അടകപരം ഷാതകരം ധേനകസിഹത്തനാഥി. എത്ര പേർക്ക് നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രിയിലും അത്ഭുതവാനായ ദൈവം നമ്മുടെ മീറ്റിങ്ങിനകത്തുള്ളതിനെ ഓർത്ത്, അത്ഭുത മന്ത്രി നമ്മുടെ മീറ്റിങ്ങിനകത്തുള്ളതിനെ ഓർത്ത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഞാൻ ഉറപ്പിച്ചു പറയാം പ്രിയരെ, നമ്മുടെ വലങ്കരത്തിനകത്തൊരുവൻ പിടിച്ചിട്ടുണ്ടെന്നേ, നമ്മുടെ വലം കൈക്കകത്തൊരുത്തൻ പിടിച്ചിട്ടുണ്ട്. മക്കളെ, നമ്മൾ സ്കൂളിനകത്ത് പോകുമ്പോൾ കോളേജിനകത്ത് പോകുമ്പോൾ നമ്മുടെ വലങ്കരത്തിനകത്ത് അത്ഭുത മന്ത്രിയായ യേശു പിടിച്ചിരിക്കുന്നതിന്റെ കാരണത്താലാണ് ഇന്ന് രാത്രി നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ആ യേശുവിനെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ പറ, അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. യേശയ്യാവ് പറയുക, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ അൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്, അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്, അവൻ സകല പിതാക്കന്മാർക്കും ആദ്യ ജാതനാണ്, അവൻ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ മുളയാണ്, അവൻ ദാവീദ് ഗോത്രത്തിന്റെ സിംഹമാണ്, അവൻ ദാവീദിന്റെ താക്കോൽ കയ്യിൽ പിടിച്ചവനാണ്, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്ക്, അത്ഭുത മന്ത്രി നമുക്ക് വേണ്ടി വാതിലുകളെ തുറന്നിടൂ, അത്ഭുത മന്ത്രി നമുക്ക് വേണ്ടി വഴികളെ തുറന്നിടൂ, അത്ഭുത മന്ത്രി നമ്മുടെ ജീവിതത്തിന്റെ പാതകളെ തുറന്നിടൂ, അത്ഭുത മന്ത്രി നമുക്ക് വേണ്ടി പുതിയ മഹത്വത്തെ വെളിപ്പെടുത്തോ, പച്ചവെള്ളത്തെ വീഞ്ഞെടുക്കുന്ന അത്ഭുത മന്ത്രി ഇന്ന് രാത്രി നമ്മുടെ വീടിനകത്ത് വരട്ടെ. പച്ചവെള്ളങ്ങളെ വീഞ്ഞെടുക്കുന്ന അത്ഭുത മന്ത്രി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന അത്ഭുത മന്ത്രി, എന്തിനു പറയണോ, മരിച്ചവനെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അത്ഭുത മന്ത്രി ഇന്ന് രാത്രി നമ്മുടെ യോഗത്തിനകത്ത് വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവികളെ ആ അത്ഭുത മന്ത്രി ഇന്ന് രാത്രി തിരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ഇന്ന് രാത്രി ഇതെന്റെ ഒരു ചർച്ച പോലെ കണ്ടുകൊണ്ട് ഞാൻ ആത്മാവി പ്രസംഗിക്കുക. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുത
അത്ഭുത മന്ത്രി വെളിപ്പെട്ടു വരട്ടെ. അത്ഭുതമില്ലെന്നോ അത്ഭുതം നടക്കത്തില്ലെന്നോ പെന്തക്കോസിന്റെ സകല അച്ചാച്ചന്മാർ ഉച്ചുകുത്തി നിന്ന് പറഞ്ഞാലോ, അഭിഷേകമുള്ളവർ പറ, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നൂറുകണക്കിന് അത്ഭുതങ്ങളെ കണ്ട ദൈവത്തിന്റെ മക്കളെ ഇന്ന് രാത്രി വിശ്വസിച്ചു പറ, എന്റെ ദൈവമോ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ 30 വയസ്സ് തൊട്ട് 33 തിരുവയസ്സ് വരെ യേശു ചെയ്ത 36 അത്ഭുതമേ ബൈബിളിനകത്തുള്ളൂ. പക്ഷെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിനറിയാം, അവൻ ചെയ്തത് 36 അത്ഭുതങ്ങളല്ല, അവൻ ചെയ്തത് 360 അത്ഭുതങ്ങളല്ല, അവൻ ചെയ്തത് 3 ലക്ഷം അത്ഭുതങ്ങളല്ല. യോഹന്നാൻ പറയുക, അവൻ ചെയ്ത അത്ഭുതങ്ങളെ വിവരിക്കാൻ നിന്നാൽ ലോകത്ത് തന്നെ പുസ്തകം ഒതുങ്ങത്തില്ലെന്ന്. അതുപോലെ അത്ഭുതങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശം ഏതെങ്കിലും മീഡിയയിലൂടെ പോകുന്നെങ്കിൽ ഇരിക്കുന്ന ദൈവമക്കളോട്, കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, നിന്റെ ഇരിക്കുന്ന ഈ ചർച്ചിൽ വെളിപ്പെട്ടു വരുന്ന അതേ അഭിഷേകം നീ ഇരിക്കുന്ന സ്ഥലത്തിൽ വെളിപ്പെടുത്തി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു മഹത്വത്തിന്റെ കരം. അടകപരം ശാതകരം ദേനകസി ഹത്തനാദിയാതന. ഏതൊക്കെയോ പേപ്പറുകൾ മൂവാകത്തില്ലെന്നോ, ഏതൊക്കെയോ സിഗ്നേച്ചറുകൾ കിട്ടത്തില്ലെന്നോ പിശാചി നിന്നെ നോക്കി പറഞ്ഞെങ്കിൽ, അഭിഷേകമുള്ളവരെ നോക്കി ഞാൻ പറയുന്നു, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം മന്ത്രി ഇന്ന് രാത്രി ജനിച്ചിട്ടുണ്ട്. രക്തം ശയ്യം, 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 രക്തം യേശുവ രക്തം, രക്തം യേശുവ രക്തം, രക്തം ശയ്യം, യേശുവ രക്തം. ഇത് അവസാനത്തെ രാത്രിയാണ്, ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇത് അവസാനത്തെ രാത്രിയാണ്, ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നാളെ രാവിലെ നിങ്ങളുടെ മീറ്റിങ്ങൾ വൈൻഡപ്പ് ചെയ്യുക, ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അലമുറയിട്ട് കരഞ്ഞ് ദൈവത്തോട് പറ, ഇന്ന് രാത്രി എനിക്കൊരു അത്ഭുതം കിട്ടാവേ, ഈ യോഗത്തെ എഴുന്നേറ്റ് പോകാൻ എനിക്ക് മനസ്സില്ലെന്ന് പറ. ധാരകസി 5 ദിനരാത്രങ്ങൾ ഞാൻ കരഞ്ഞതിന്റെ ഒരു മറുപടി എനിക്കിന്ന് രാത്രി കിട്ടണമെന്ന് പറ, എനിക്കിന്ന് രാത്രി കിട്ടണമെന്ന് പറ. വിമർശിക്കുന്നവരൊക്കെ വിമർശിക്കട്ടെ ദൈവമക്കളെ, വിശ്വസിക്കുന്നവർ പറ, നാളെ രാവിലെ ഈ മീറ്റിംഗ് കർത്തൃമേശയോടുകൂടെ ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം വെളിപ്പെടുത്തണമെന്ന് പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. അഭിനായ് സ്തോത്രം. രാധാ നാഥാ റിക്കാ ദാനാ ഷാനാ ദേനേ ദീനാ ദാനാ സാനാ ദാനാ ഷാനാ ദേനേ ദീനാ ദാനാ ഈദന ഗാദക രാധന ഹംബര ദീദന ഹസ്തന ദേനേ ഋഗനേ ശഗന ഈബാ ദാനാ ഷാദന ദേനേ ഈഗബരാദി ശംബര ദേനേ ഈകബരാതി രസ്തന ദേനി ഷാദന ദേനേ റിക്ക ദാന സാന ദേനേ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. കണ്ടോ, അത്ഭുതവാനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ യോഗത്തിനുണ്ട് കേട്ടോ. ഉറപ്പിച്ചോ, ഇന്ന് രാത്രി കർത്താവ് അത് ചെയ്യും. അങ്ങനെ പഴയ നിയമത്തിനകത്ത് മുഴുവൻ അത്ഭുതം ചെയ്ത് പുതിയ നിയമത്തിലേക്ക് വന്ന യേശു മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിൽ മക്കളെ എത്ര അത്ഭുതം ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞ രാവിലെ 3 അത്ഭുതങ്ങൾ ചെയ്തു. എത്ര? 3 അത്ഭുതങ്ങൾ. അതിനകത്ത് ഒന്നാമത്തെ അത്ഭുതമാണ് കനാനി സ്ത്രീയുടെ മകൾക്ക് സൗഖ്യമെന്ന അത്ഭുതം. നമ്മൾ അതിലോട്ടാണ് വരാൻ പോകുന്നത്. രണ്ടാമത്തെ അത്ഭുതം കുരുടർ, മുടന്തർ, കൂനർ മുതലായ പലരെയും യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചപ്പോൾ നടന്ന സൗഖ്യം. ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, യേശുവിൻ്റെ കാൽക്കൽ നമ്മൾ ചിലരെ കൊണ്ടുവെക്കണം. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലയോ? ഒറ്റയ്ക്കാണോ വന്നേ? അപ്പോൾ രാവിലെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നാളത്തെ മീറ്റിങ്ങിലെങ്കിലും ആരെങ്കിലും ഒക്കെ കൊണ്ടുവരണം കേട്ടോ. നമ്മളെക്കുറിച്ചുള്ള വലിയ ഉത്തരവാദിത്തമാണ്. യേശുവിൻ്റെ കാൽക്കൽ നമ്മൾ ചിലരെ കൊണ്ടുവെക്കണം. ഇത് രണ്ടാമത്തെ അത്ഭുതമാണ്. എനിക്കറിയാവുന്നൊരു പാസ്റ്ററുണ്ട്, സ്തോത്രം, എനിക്കറിയാവുന്നൊരു പാസ്റ്ററുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞൊരു സാക്ഷി ഇങ്ങനെയാണ്. അദ്ദേഹം ഈ പമ്പിനകത്ത് കയറി എണ്ണയടിക്കും, ഫ്യൂവലടിക്കും, കാറിനകത്ത് ഫ്യൂവലടിക്കുന്ന സമയത്ത് ഈ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ബോയ് ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് പുള്ളി ഒരു പമ്പിലാണ് കയറുന്നത്, സ്ഥിരമായിട്ട് ആ ഒരു സെക്ഷൻ്റെ എടുക്കാതെ പുള്ളി ചെല്ലുന്നത്. അവിടെ സ്ഥിരമായിട്ടൊരു ബോയ് നിപ്പുണ്ട്. അപ്പോൾ അവനടുത്ത് അവനിങ്ങനെ ചോദിക്കും, എത്ര രൂപയ്ക്കാണ് സാറേ പെട്രോൾ അടിക്കണ്ടേ? അപ്പം പുള്ളി പറയും, ഇങ്ങനെ ചിരിച്ചിട്ട് പറയും, 1500 രൂപയ്ക്ക്. ഒന്ന് ചിരിച്ചേ. ഓക്കെ, സ്തോത്രം. അതിനേക്കാൾ നന്നായിട്ട് പുള്ളി ചിരിച്ചിട്ട് പറയും 1500 രൂപയ്ക്ക് എന്ന് പറയും. അടുത്ത പ്രാവശ്യം പിന്നെയും ചെയ്യും. അപ്പോൾ ബോയ് ചോദിക്കും, എത്ര രൂപയ്ക്കാണ് സാറേ? അപ്പോൾ പുള്ളി ഇങ്ങനെ ചിരിച്ചിട്ട് പറയും, ഫുൾ ടാങ്ക്. ഇങ്ങനെ എപ്പോഴും പുള്ളി ചിരിച്ചിട്ടേ പറയത്തുള്ളൂ. ഒരു ദിവസം ഈ ബോയ് ചോദിച്ചു, സാറേ എല്ലാ ദിവസവും എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നല്ലോ, കളിയാക്കുവാന്നോ? അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ കളിയാക്കുവല്ല, എൻ്റെ അകത്തൊരു സന്തോഷത്തിൻ്റെ നായകൻ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും സന്തോഷം. ആരിരിപ്പുണ്ട്? ഒരു സന്തോഷത്തിൻ്റെ നായകൻ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും സന്തോഷമാണ്. അപ്പോൾ ഈ ബോയ് ചോദിച്ചേ, ഈ സന്തോഷത്തിൻ്റെ നായകനെ കിട്ടാൻ എവിടെ വരണമെന്ന്? അപ്പോൾ പുള്ളി പറഞ്ഞു, പാലാരിട്ടതാണ് ഞങ്ങളുടെ ചർച്ച, അവിടെ വന്നാൽ മതി എന്ന്. പിറ്റേ ആഴ്ച ഈ ചെറുക്കൻ ആ ചർച്ചയിൽ പോയി. നിങ്ങൾക്കറിയാമോ, ഇന്ന് ആ സഭയുടെ നെടുന്തൂണ പയ്യൻ, ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, എത്ര ലക്ഷം രൂപയുടെ കൺവെൻഷൻ നടത്തി?
എത്ര ഉപവാസ പ്രാർത്ഥന നടത്തി? ഒറ്റ ചിരി, ഒരാത്മാവ് പുറത്ത് വന്നച്ചാ സ്തോത്രം. ഇന്ന് രാവിലെ യോഗത്തിനൊക്കെ തിരിക്കുന്നവരെ നോക്കി ഞാൻ പറയാം, മസിൽ പിടിച്ചൊന്നും നടന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ജാതികളോട് ഇണയില്ല പീണ ഫാസ്റ്റേ, ഞങ്ങൾ ഒന്നും നടക്കത്തില്ല. ചിലരെങ്കിലും നോക്കി ചിരിച്ചു കാണിക്കണം, വിശേഷം ചോദിക്കണം, സന്തോഷത്തോടെ അവരോട് സംസാരിക്കണം. അപ്പോഴേ അവർ നമ്മുടെ ചർച്ചിനകത്ത് കയറത്തോളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ കൊണ്ടുവരണം. ഇതാണ് രണ്ടാമത്തെ അത്ഭുതം. മൂന്നാമത്തെ അത്ഭുതം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഉയരത്തിലേക്ക് വെച്ചു, വാഴ്ത്തി, നുറുക്കി, സ്തോത്രം പറഞ്ഞു. എന്നിട്ട് യേശു അത് ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആൻസനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ആൻസന്റെ 3 ഘടകങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ദേഹം, ദേഹി, ആത്മാവ്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും മെമ്മറി കപ്പാസിറ്റി ഉണ്ടല്ലോ. കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ദേഹം, ദേഹി, ആത്മാവ്. ഇതിനകത്ത് അവസാനത്തെ 2 അത്ഭുതങ്ങൾ ദേഹവുമായി അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട അത്ഭുതമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുവേണ്ടി രാവിലെ നമ്മൾ പ്രാർത്ഥിച്ച് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇന്ന് രാത്രി നമ്മൾ പ്രധാനമായും സംസാരിക്കാൻ പോകുന്ന വിഷയം ആത്മാവിലെ അത്ഭുതമാണ്. ആത്മാവിലെ അത്ഭുതം. പക്ഷേ ഈ അത്ഭുതം ഈ കൊച്ചിന് കിട്ടിയതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അവിടെ നമ്മുടെ കുറിവാക്യങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. ഇനി 21-ാം വാക്യം നമുക്ക് നിർത്തി വായിക്കണം. 15-21. യേശു അവിടം വിട്ടു. യേശു അവിടം വിട്ടു. ഇനി ഞാൻ ശാന്തമായിട്ട് കുറെ കാര്യങ്ങൾ പറയാം, ശ്രദ്ധിക്കണേ. യേശു അവിടം വിട്ടു. യേശു എവിടം വിട്ടു എന്നറിയണമെങ്കിൽ 15-1 വായിക്കണം. 15-1 വായിച്ച മക്കളെ. അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. ഇപ്പോൾ 15-1 യേശു നിൽക്കുന്ന എവിടാ മാമേ? 15-1 യേശു എവിടെ നിൽക്കുന്ന വെച്ചാ? 15-1 എവിടെ നിൽക്കുന്നേ? അങ്ങനെ എല്ലാം ഞങ്ങളോട് ചോദിക്കാനാണെങ്കിൽ പിന്നെ പാസ്റ്റർ എന്തിനാ പാസ്റ്റർ ഞങ്ങൾ കൊണ്ടുവന്നേ? അങ്ങനാണോ? അല്ല, എന്നാ പറഞ്ഞട്ടെ. 15-1 യേശു എവിടെ നിൽക്കുന്നേ? യെരൂശലേം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലൊരു മറുപടി ഞാൻ പറയാം. ശാസ്ത്രിമാരും പരീശന്മാരുമുള്ള അറ്റ്മോസ്ഫിയറിലാണ് യേശു നിൽക്കുന്നത്. ഇവർ സാധാരണ ഗ്രൂപ്പൊന്നുമല്ല അച്ഛാ. പഴയ നിയമത്തിൽ പ്രമാണം അറിയാവുന്ന, മോശയെക്കുറിച്ച് അറിയാവുന്ന, 10 കൽപ്പന അറിയാവുന്ന, പഴയ നിയമത്തിൻ്റെ സകല സംവിധാനങ്ങളെയും കുറിച്ച് അറിയാവുന്ന ഒറ്റ കൂട്ടേ പഴയ നിയമത്തിലുള്ളൂ. അവരുടെ പേരാണ് പരീശന്മാരും ശാസ്ത്രിമാരും. എൻ്റെ ഒരു നാടൻ ഭാഷയെ ഞാൻ പറയാം. ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്, അതുകൊണ്ട് ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനും അറിയാൻ പാടുള്ളൂ. ഒരു നാടൻ ഭാഷയെ ഞാൻ പറയാം. കൈ കൊടുത്ത് പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ എന്നാ ഉണ്ട് ബ്രദറെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു പാസ്റ്റേ എന്ന് പറയാൻ അന്നത്തെ കാലത്ത് കപ്പാസിറ്റി ഉള്ള ഒട്ടക്കൂട്ടേ ഉള്ളൂ. അവരാണ് പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് പറയുന്നത്. ഇവരെ യേശു വിട്ടു എന്ന് 21-ാമത്തെ വാക്യത്തിൽ കിടക്കൂ. പരീശന്മാരെയും ശാസ്ത്രിമാരെയും ദൈവം വിട്ടു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. കാരണമുണ്ട്. 15-7 വാക്യമാ യേശു അവരെ വിടാനുള്ള കാരണം. 15-7 വായിച്ച മക്കളെ. ഓക്കെ, ആരാ മക്കളെ അത് വായിക്കുന്നേ? ഓക്കെ സിസ്റ്റർ, അങ്ങനൊന്നുമല്ല കേട്ടോ. അതിൻ്റെ ഒരു ടോണുണ്ട്. സത്യത്തിൽ ഇത് യെശയ്യാവ് പറയുന്നൊരു ദൂതാ. അപ്പോൾ ആ ശബ്ദത്തിനൊക്കെ ഒരു ഭയങ്കര ഗാംഭീര്യതയുണ്ട്. ഇനി ആ ഗാംഭീര്യതയിലൊന്ന് വായിച്ചേ. പോയോ? വായിച്ചോ? കപടഭക്തിക്കാർ എന്ന് വെച്ചാൽ ഈ യെശയ്യാവ് ഭയങ്കര ആവേശത്തിലാണ് ഈ ദൂത് പറഞ്ഞത്. കപടഭക്തിക്കാരേ. അടുത്ത വാക്ക്, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നെ വിട്ടകന്നിരിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം, പരീശന്മാരും ശാസ്ത്രിമാരും ബഹുമാനിക്കുന്നോ? ദൈവത്തെ ബഹുമാനിക്കുന്നോ? കിട്ടുന്നോ? ബഹുമാനിക്കുന്നോ? ഒന്നോ ഇല്ലെന്നോ? ഇല്ലയോ? ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അവര് ബഹുമാനിക്കുന്നോ? ബഹുമാനിക്കുന്നു. എങ്ങനെ ബഹുമാനിക്കുന്നോളോ? ആദരം കൊണ്ട്. എങ്ങനെ ബഹുമാനിക്കുന്നില്ല? ഹൃദയം കൊണ്ട്. അവര് പാട്ട് പാടുന്നോ? പാടുന്നുണ്ട്. എങ്ങനെ പാടുന്നോളോ? ആദരം കൊണ്ട്. എങ്ങനെ പാടുന്നില്ല? അവർ അന്യഭാഷ പറയുന്നുണ്ടോ? അത് ദൂത് ഞങ്ങളോടാണോ പാസ്റ്റേ? സ്വോത്രം പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നോളോ? ആദരം കൊണ്ട്. എങ്ങനെ പറയുന്നില്ല? ഹൃദയം കൊണ്ട് പറയുന്നില്ല. ചേർന്ന് കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, ആ പറഞ്ഞ ഹല്ലേലൂയ സത്യസന്ധമായിട്ട് പറയണം. ആദരം കൊണ്ട് പറഞ്ഞതാണോ ഹൃദയത്തെ തട്ടി പറഞ്ഞതാണോ? പാസ്റ്റർ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നിട്ട് ഞങ്ങളെടുത്തൊരു സ്വോത്രം പറയാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞില്ല എന്നാ മോശ പാസ്റ്റേ എന്ന് ചിന്തിച്ച് പറഞ്ഞതാണെങ്കിൽ നമ്മുടെ നടുവിൽ ആരില്ല? യേശുവില്ല. അല്ല, ഹൃദയത്തെ തട്ടി ആ സ്വോത്രം പറഞ്ഞെങ്കിൽ നമ്മുടെ നടുവിൽ ആരുണ്ട്? യേശുവുണ്ട്. കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത് കുടുംബ പ്രാർത്ഥന ഒറ്റപ്പാട്ടാ പാടുമെങ്കിലും 10 പാട്ടാ പാടുമെങ്കിലും ആ പാട്ടിന്റെ വരികളല്ല, ഹൃദയം കൊണ്ട് പാടുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് രാത്രി മുതൽ ഈ ചർച്ച ഒരു ഫോർമുലയിലേക്ക് വരണോ? ഒരു സ്തോത്രം പറഞ്ഞോളെങ്കിലും, ഒറ്റ അന്യഭാഷ പറഞ്ഞോളെങ്കിലും അത് ഹൃദയത്തെ തട്ടിപ്പറയാൻ ശീലിക്കണം. അങ്ങനെയുള്ളവരുടെ നടുവിൽ യേശു ഉണ്ട്. സ്തോത്രം. അപ്പോ ആദരം കൊണ്ട് ബഹുമാനിക്കുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് ബഹുമാനിക്കുന്നില്ല. ഈ പുതിയ നിയമത്തിനകത്ത് ആദ്യത്തെ മരണം എന്ന് പറയുന്നത് അനന്യാസ് സബീറയുടെ മരണം. അച്ഛാ, അനന്യാസ് സബീറ നിങ്ങൾക്കറിയാമോ? ഈ ചർച്ചിന് സ്തോത്രം. ഓക്കെ, എന്നെ ശ്രദ്ധിച്ചാട്ടെ.
അപ്പോൾ ഈ പുതിയ നിയമത്തിനകത്ത് ആദ്യത്തെ മരണം എന്ന് പറയുന്നത് അനന്യാസ് സബീറയുടെ മരണമാണ്. അനന്യാസ് സബീറയുടെ സത്യത്തിൽ ഈ പത്രോസിൽ അറ്റൻഡൻസ് എടുക്കുക, പത്രോസ് അറ്റൻഡൻസ് എടുക്കുക. സൂസി വന്നിട്ടുണ്ടോ? സൂസി വന്നിട്ടുണ്ട്. ജോസഫ് വന്നിട്ടുണ്ട്. ജോസഫ് വന്നിട്ടുണ്ട്. മറിയുണ്ടോ? മറിയുണ്ട്. ഇങ്ങനെ പറയ ലിസ്റ്റ്. തോമച്ചാനുണ്ടോ? തോമച്ചാനുണ്ട്. ഇങ്ങനെ പറയ ലിസ്റ്റ് എടുത്തപ്പോൾ പത്രോസ് ചോദിച്ചു, അനന്യാസ് ഉണ്ടോടാ? അനന്യാസ് ഉണ്ടോ? അപ്പോൾ അനന്യാസ് കൈ പൊക്കിയിട്ട് പറഞ്ഞു, അച്ഛാ ഉണ്ടച്ചാ. വൈഫ് പുറകെ വരുന്നുണ്ട്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സത്യം പറ, നല്ലൊരു കുടുംബമാണെങ്കിൽ ഒരുമിച്ചല്ലേ ആരാധനയ്ക്ക് വരണ്ടേ? നല്ലൊരു ഫാമിലി ആണെങ്കിൽ ഒരുമിച്ചല്ലേ അച്ചായന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയുമോ? അവരിച്ചിരി നേരത്തെ വരും. നേരത്തെ പോകുന്നേ ഉള്ളൂ. അവരിച്ചിരി നേരത്തെ വരും. അമ്മമാർ ഇച്ചിരി താമസിച്ച് വന്നാൽ ഇച്ചിരി നേരം ചർച്ചയിൽ നിൽക്കും. സ്തോത്രം. അത് അവർക്കുള്ള ക്വാളിറ്റിയാണ്. സ്തോത്രം. അപ്പോൾ ഈ അമ്മാമ്മ ഇച്ചിരി ലേറ്റായിട്ട് വന്ന് അച്ചാൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ലിസ്റ്റ് എടുത്തപ്പോൾ അനന്യാസ് സഫീറയുടെ പേര് ലിസ്റ്റിനകത്തുണ്ട്. അവർ ചർച്ചിൽ പ്രസന്റ് ആണ്. ശരീരം കൊണ്ട് അവർ ആലയത്തിലുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നൊരു വാക്കുണ്ട്, പത്രോസ് ഇങ്ങനെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ നാമത്തിൽ തുളച്ചിറങ്ങി നോക്കിയപ്പോൾ പത്രോസിന് മനസ്സിലായി ഇവൻ ഹൃദയം കൊണ്ട് ആലയത്തിനകത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് രാത്രി തമ്പുരാൻ അറ്റൻഡൻസ് എടുക്കാൻ വന്നാൽ യേശു ശരീരം കൊണ്ട് നമ്മളിവിടെ ഉണ്ടോന്നല്ല നോക്കുന്നേ, പിന്നെ ഹൃദയം കൊണ്ട് നമ്മളിവിടെ ഉണ്ടോന്നാ കർത്താവ് നോക്കുന്നേ. മനസ്സിലാക്കുന്നുണ്ടോ? ഹൃദയം കൊണ്ട് ആലയത്തിലില്ലാത്തവനെ തമ്പുരാൻ തട്ടിക്കളയും. ഇത് വേദപുസ്തകത്തിലെ ഒരു പ്രമാണമാണ്. ഈ പഴയ നിയമത്തിനകത്ത് അതരം കൊണ്ട് മാത്രം സ്തോത്രം പറഞ്ഞിട്ട് ഹൃദയം കൊണ്ട് ആരാധിക്കാത്ത ഒരു കൂട്ടത്തെ ഞാൻ ഒന്ന് കാണിച്ചു തരാം പെട്ടെന്ന്. നമ്മുടെ വിഷയം അതൊന്നുമില്ല, ഇങ്ങനെ വന്ന കാരണത്താൽ. 1 ശമൂവേലിന്റെ പുസ്തകം തുറന്നേ 4-ാമത്തെ അധ്യായം. ഇതൊന്നും ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് പറയുന്നതല്ല കേട്ടോ, ഇതിങ്ങനെ ലൈവായിട്ട് ഇത് ഇങ്ങനെ കയറി വരിക. 1 ശമൂവേലിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം തുറന്നേ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. 1 ശമൂവേലിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം. യേശുവിന്റെ നാമത്തിൽ. അതിന്റെ റൈറ്റ്, അതിന്റെ അഞ്ചാമത്തെ വാക്യം. യഹോവയുടെ നിയമപ്പെട്ടകം, അത് നിങ്ങൾ ആ വാക്യം കേൾക്കണേ. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം. അപ്പോൾ എന്നാ സ്വോത്രാച്ച അവര് പറഞ്ഞേ? അവരാരാധിച്ചപ്പോൾ ഭൂമി കുലുങ്ങിയെന്ന് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ട്രിവാൻഡ്രം പോലും കുലുങ്ങിയില്ല, ഇരിക്കുന്ന സ്ഥലം പോലും കുലുങ്ങിയില്ലല്ലോ. സ്തോത്രം. ലിറ്ററലി ഉള്ള വാക്കാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ആലങ്കാരിക ഭാഷയിലാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, അവര് ഭൂമി കുലുങ്ങും വണ്ണം ദൈവത്തിന് ആർപ്പിടാൻ തുടങ്ങി. അപ്പം ഭയങ്കര സ്വോത്രം അവർ പറഞ്ഞേ. ഈ ആർപ്പിട് കേട്ടപ്പോൾ 6-ാമത്തെ വാക്യം, ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ടപ്പോൾ, ഇത് ശത്രുപാളയം ആർപ്പിന്റെ ഒച്ച കേട്ടപ്പോൾ അവർ പറയുക, എബ്രായരുടെ പാളയത്തിൽ വലിയ ആർപ്പ് സംഭവിച്ചു. കാരണം അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പെട്ടകം പാളയത്തിൽ വന്നിരിക്കുകയാണ്. പെട്ടകം പാളയത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവർ പെട്ടകം പാളയത്തിൽ വന്നപ്പോൾ ഇവർ പേടിച്ചു. ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും ആർപ്പിടുന്ന ജനമേ ഈ യുദ്ധത്തിൽ ജയിക്കത്തുള്ളൂ, ഫെലിസ്ത്യരായ നമ്മൾ ഈ യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞവർ യുദ്ധം ആരംഭിച്ചു. അങ്ങനെ യുദ്ധം ആരംഭിച്ചപ്പോൾ 10-ാമത്തെ വാക്യത്തിനകത്ത് ഒരു പദം രേഖപ്പെടുത്തിയിരിക്കുക. വാക്യം 10 നോക്കിക്കേ. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോ, ആരാ മോനെ അത് വായിച്ചേ? ഒന്ന് വായിച്ചേ. എന്തു വച്ചാ? ഇസ്രായേൽ തോറ്റെന്നോ? അങ്ങനെയാണോ അച്ഛൻ്റെ ബൈബിൾ എഴുതിയിരിക്കുന്നേ? വേറെ ആരെങ്കിലും വായിച്ചേ? സിസ്റ്ററിന്റെ ബൈബിളിൽ അങ്ങനാണോ? എല്ലാവരുടെയും ബൈബിളിൽ അങ്ങനാണോ? എൻ്റെ തമ്പുരാനെ, ഭൂമി കുലുങ്ങും വണ്ണം വൈബ്രേഷൻ ഇട്ട് സ്വോത്രം പറഞ്ഞ ജനം തോറ്റുപോയി. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. കാര്യം എന്നാ? കൊണ്ടുവന്നതേ പെട്ടകമല്ലായിരുന്നു, കൊണ്ടുവന്നത് വെറും പെട്ടിയായിപ്പോയി. കാര്യം എന്നാണെന്നറിയാമോ? പ്രസൻസ് ഇല്ലാതെ പോയി, സാന്നിധ്യം ഇല്ലാതെ പോയി. ഞാനിന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ നോക്കി പറയാം, എന്തോ പരിപാടി നമ്മൾ ചെയ്താലും ദൈവ സാന്നിധ്യം നമ്മുടെ യോഗത്തിനകത്തില്ലേ, നമ്മൾ ചെയ്യുന്നതെല്ലാം പാഴാകാൻ സാധ്യതയുണ്ട്. എത്ര വലിയ പെട്ടകം നീ ചുമന്നുകൊണ്ട് വന്നാലും ആ പെട്ടകത്തിൽ ദൈവ സാന്നിധ്യം, 4-ാം അധ്യായം പഠിപ്പിക്കുന്നു, മഹത്വം ഇസ്രായേലിൽ നിന്നും പോയി. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാം, ഇതിനകത്ത് ഒറ്റ സ്വോത്രേ പറയുന്നുള്ളെങ്കിലും അഭിഷേകമുള്ളവൻ സ്വോത്രം പറയാൻ തുടങ്ങിയാൽ നമ്മൾ യുദ്ധങ്ങളെ തോക്കത്തില്ല, നമ്മൾ യുദ്ധങ്ങളെ ജയിച്ചു കയറും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്? ഒരു ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി തരാ. യുദ്ധങ്ങൾക്കകത്ത് ജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ. അഭിഷേകത്തിൽ, ആത്മാവിൽ, ഹൃദയത്തിൽ തട്ടി സ്വോത്രം പറയുന്ന 10 എണ്ണം ചർച്ചിനകത്തുണ്ടെങ്കിൽ അവർ യുദ്ധത്തിനകത്ത് ജയിച്ചു കയറും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ശബ്ദവും രക്തം ശയ്യം. എനിക്കറിയാം ഇന്ന് രാത്രി നിങ്ങൾ ബുദ്ധി കൊണ്ടല്ല, നിങ്ങൾ ആത്മാവ് കൊണ്ട് ഇന്ന് രാത്രി ആരാധിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനാണെങ്കിൽ ആ കൈ തട്ടുമ്പോൾ ഹൃദയം കൊണ്ടാ കൈ തട്ടുന്നെങ്കിൽ, ആ സ്വോത്രം പറയുമ്പോൾ ഹൃദയം കൊണ്ടാ സ്വോത്രം പറയുന്നെങ്കിൽ, ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. യേശു യോഗത്തിൽ വന്ന യുദ്ധത്തിൽ നമ്മൾ തോക്കത്തില്ല, യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു കയറും. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.
ഇങ്ങനെ 15-ാമത്തെ അധ്യായത്തിൽ അവരെ കൊണ്ട് സ്വോത്രം പറയുന്ന കൂട്ടത്തെ യേശു വിട്ടിട്ട് 21-ാമത്തെ വാക്യത്തിൽ കയറിയപ്പോൾ യേശു പറയുന്നു, ഞാൻ ഇപ്പം ആമേൻ യെരൂശലേമിനകത്തല്ല, ഞാൻ ഇപ്പോൾ എവിടാന്നറിയാമോ? സോർ സീദോൻ. ആ സ്ഥലത്തിന്റെ പേര് ഉറക്കെ പറഞ്ഞേ. ഇനി ആ വിഷയത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ വരിക. ആ സ്ഥലത്തിന്റെ പേരൊന്നുകൂടെ പറഞ്ഞ മകളെ, സോർ സീദോൻ. ഈ സ്ഥലം നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ സ്ഥലം നിങ്ങൾക്ക് എവിടെങ്കിലും അറിയാമോ? സോർ സീദോൻ എവിടെങ്കിലും പഴയ നിയമത്തിനകത്ത് ഈ സ്ഥലം ഏതാണെന്ന് ഞാൻ പറയാൻ പോവാ. പഴയ നിയമത്തിനകത്ത് ഒരു പ്രളയം വന്നച്ചാ, ആ പ്രളയത്തിനകത്ത് ആമൻ കുറച്ചു പേര് മാത്രം രക്ഷപ്പെട്ടു. ആ പ്രളയത്തിൽ ആദ്യത്തെ പ്രളയം പത്തനംതിട്ടയിലല്ല, ആദ്യത്തെ പ്രളയം റാന്നിയിലല്ല, ആദ്യത്തെ പ്രളയം എവിടാന്നറിയാമോ? നോഹയുടെ കാലം. ആ പ്രളയത്തിനകത്ത് എത്ര പേര് രക്ഷപ്പെട്ടെന്നറിയാമോ? അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. അവരാരാന്നറിയാമോ? നോഹയും കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ എളുപ്പമായല്ലോ പാസ്റ്റർ പെട്ടെന്ന് നിർത്തിയേച്ചും പോകും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ചുമ്മാതാണ്. ഒന്ന് വിശദീകരിച്ച് പറഞ്ഞേ. നോഹയുടെ ഭാര്യ, 3 പിള്ളേരുടെ ഭാര്യ, ആ 3 മക്കളുടെ പേരറിയാമോ? ഷേം, ഹാം, യാഫേത്ത്. അതിനകത്തൊരു കുരുത്തം കെട്ട ഇറക്കുന്നുണ്ട്. അവന്റെ പേരറിയാവോ? കുരുത്തം കെട്ടവന്റെ പേര് അറിയത്തില്ല. അപ്പൊ നാളെ വരുമ്പോൾ 50 വട്ടം അമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരണം. ഹാം. എന്തോ അവന്റെ പേര്? ഹാം. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫേത്ത്. കുരുത്തം കെട്ടവന്റെ പേര് ഹാം. ചെയ്ത തെറ്റെന്നറിയാമോ മക്കളെ? ഹാം ചെയ്ത കുരുത്തക്കേട് എന്നറിയാമോ? അപ്പന്റെ നഗ്നത കണ്ട് അനാവൃതമാക്കി. എന്നാ? അപ്പന്റെ നഗ്നത. ഇന്ന് രാത്രി അവിടെ നിർത്തിക്കൊണ്ട് ഞാനൊരു ഉപദേശം കൂടെ പറയാം. അന്നും ഇന്നും ദൈവത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അന്യന്റെ നഗ്നത കാണുന്നതും അത് അനാവൃതമാക്കുന്നതും. ഞാനതിനെ പാപമെന്നല്ല വിളിക്കുന്നത്, ഇറ്റ്സ് എ കേഴ്സ്. അത് ശാപമാണ്. അന്യന്റെ നഗ്നത കാണുന്നതും അത് അനാവൃതമാക്കുന്നതും. എനിക്കറിയാം യൂത്ത് മീറ്റിംഗ് ഒന്നും അല്ല, എങ്കിലും ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ദൈവത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അന്യന്റെ നഗ്നത കാണുന്നതും അത് അനാവൃതമാക്കുന്നതും. ഇറ്റ്സ് എ കേഴ്സ്. അത് ശാപമാണ്. ഇങ്ങനെ നോഹയപ്പച്ചന്റെ കാലത്തിൽ ഹാം അപ്പന്റെ നഗ്നത കണ്ടു. ലഹരി വിട്ടുണർന്ന നോഹ ഹാമിനെ ശപിക്കാൻ പോവാ. ശാപത്തിന്റെ വാക്കുകൾ ഹാം ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് തുടങ്ങിയപ്പോ ശാപത്തിന്റെ വാക്കുകൾ, മക്കളെ ഒന്ന് എഴുന്നേറ്റെ. നീ എപ്പോഴെല്ലാം തിരിഞ്ഞു നോക്കുന്നു അപ്പോഴെല്ലാം ഞാൻ നിന്നെ എഴുന്നേപ്പിക്കുന്നുണ്ടല്ലേ? ഒന്ന് എഴുന്നേറ്റേ. ഇതെന്റെ കുരുത്തം കെട്ടവൻ, ഇവനെ നോക്കി അപ്പൻ ശപിക്കാൻ പോകും. ഓടിവാ, സമയം പോയി. ഇവനെ കുരുത്തം കെട്ടവൻ, ഇവൻ അപ്പന്റെ നഗ്നത കണ്ട അനാവൃത പാപം ചെയ്ത സന്തതി, ഇവനെ ഹാം എന്ന് പറയുന്ന നോഹയായി ഞാൻ ശപിക്കാൻ പോവുക. ശാപത്തിന്റെ വാക്കുകൾ ഞാൻ ഇവനിലേക്ക് തുറന്നു വിടുന്ന ഒരു അധ്യായം പഴയ നിയമത്തിലുണ്ട്. വീട്ടിൽ പോയി വായിക്കണം. ഇപ്പം വായിക്കാൻ നിൽക്കരുത്, വായിച്ചു തീരുമ്പോൾ പ്രസംഗവും തീരും. അതുകൊണ്ട് ഇപ്പം എന്നെ നോക്കിയാൽ മതി. ഹാം എന്ന് പറയുന്ന മകനെ ശാപത്തിന്റെ വാക്കുകൾ അഴിച്ചുവിട്ട് നോഹ അപ്പച്ചൻ ശപിക്കുക. ഇങ്ങനെ ശാപം പറഞ്ഞു തുടങ്ങിയപ്പോൾ നോഹ ഒരു പേര് ഇറങ്ങി പറഞ്ഞു. ആ പേരെന്തോന്നറിയാമോ? കനാൻ ശപിക്കപ്പെട്ടവൻ. ആരാ? അതേതാ ഈ ചെറുക്കൻ? ഇതിപ്പോ എവിടുന്ന് വന്നു? നീ പോയിരുന്നു? നീ എഴുന്നേറ്റ് വാ. ഒരു കനാൻ മതി കേട്ടോ. ഓക്കെ. ഇവനാണ് കനാൻ. ആരാ? അവനാ പെറ്റ് ചെയ്തത്, അവനാ കുരുത്തക്കേട് ചെയ്തത്. പക്ഷെ അപ്പൻ പഴയ നിയമത്തിൽ ഇറങ്ങി പറഞ്ഞ പേര് കനാൻ ശപിക്കപ്പെട്ടവൻ. ആരാ കനാൻ? ഏതാ കനാൻ? ആരാ? നിങ്ങൾ എംപോസിഷൻ എഴുതി ഊപ്പാട് വരും കേട്ടോ. സ്തോത്രം. കനാൻ ആരാ? ഹാമിന്റെ മോനാ കനാൻ. ആരാ? അപ്പൊ നോഹയുടെ ആരായി? കൊച്ചുമോനായി. റൈറ്റ്, ഗുഡ്, ആമേൻ, സ്തോത്രം. അപ്പോൾ അപ്പൻ ചെയ്തൊരു കൊളുത്തവിടെ ഉണ്ട്, അപ്പൻ ഇട്ടൊരു കുരുക്കവിടെ ഉണ്ട്. മകനെ ശപിക്കുന്നതിന് പകരം ശാപം കൊച്ചുമോന്റെ മേലും കൂടെ ഇട്ടു. അപ്പൻ ഇട്ടൊരു കൊളുത്ത. ഈ കൊച്ചുമോനുണ്ടല്ലോ, ഇവന്റെ പേര് കനാൻ. ഇവനങ്ങ് വളർന്ന് വലുതായി കേട്ടോ. ഇവൻ വളർന്ന് വലുതായി പോയി കല്യാണം കഴിച്ചു, കുറെ പിള്ളേർക്ക് ജന്മം കൊടുത്തു. ഇനി കനാൻ ജനിപ്പിച്ച പിള്ളേരുടെ പേര് നമുക്ക് വായിക്കണം, എന്നാൽ ഈ സ്ഥലം പിടികിട്ടത്തുള്ളൂ. നീ പോയിരുന്നോ? കനാൻ ജനിപ്പിച്ച പിള്ളേരുടെ പേര് ഉൽപ്പത്തി പുസ്തകം 10-15. കടുകട്ടിയുള്ള പേരുകളാണ്. വെപ്പ് പലുള്ള ആരും വായിക്കുകയും ചെയ്യരുത്. ഉൽപ്പത്തി പുസ്തകം 10-15. കനാന്റെ പിള്ളേരുടെ പേര് പെട്ടെന്ന് വായിച്ചോ. കനാൻ തന്റെ ആദിജാതനായ സീദോൻ, ആദ്യമായിട്ട് ഇത്രയും പേര് തെറ്റാതെ ഒരാൾ വായിക്കുന്ന കേൾക്കുന്ന ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പെട്ടെന്ന് വായിക്കുമ്പോൾ അന്യഭാഷയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അന്യഭാഷയൊന്നുമല്ല, കനാന്റെ പിള്ളേരുടെ പേരുകളാ. ശാപം വിഗ്രസ്തമായി കിടക്കുന്ന കനാൻ ജനിപ്പിച്ച മക്കളെ പേരുകളത്. കിട്ടുന്നുണ്ടോ മക്കളെല്ലാം? കണക്ഷൻ പോലെ കിട്ടുന്നുണ്ടോ? കനാന്റെ പിള്ളേരുടെ പേരുകളത്. അങ്ങനെ കനാൻ ഇത്രയും പിള്ളേരെ ജനിപ്പിച്ചു. ഇനി അടുത്ത വാക്യം വായിച്ചേ സിസ്റ്ററെ. കനാന്യ വംശങ്ങൾ പരന്നു. വായിച്ചോ. അങ്ങനെ കനാന്യരുടെ വംശങ്ങൾ പരന്നപ്പോൾ കനാന്യരുടെ അതിര് എവിടാ സിസ്റ്ററെ? സീദോൻ. എവിടാ? സീദോൻ. പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ച ആന്റിയുടെ സ്ഥലം ഏതായിരുന്നു? സോർ സീദോൻ. അപ്പൊ ഏതാണ്ടൊരു കണക്ഷൻ കിട്ടിയോ? ഒരു പുക പോലെങ്കിലും
അത്രയും മതി, ഇനി ബാക്കി ഞാൻ ചെയ്യാം. എന്നെ ശ്രദ്ധിച്ചേ. അപ്പൊ കനാൻ ജനിപ്പിച്ച പിള്ളേരെല്ലാം കൂടെ വന്ന് താമസിച്ച സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് സീദോൻ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ മത്തായി 15:21 ഈ കനാനി സ്ത്രീ വന്നു നിൽക്കുന്ന സ്ഥലം സോർ സീദോൻ. അർത്ഥം നോഹയപ്പച്ചൻ ശപിച്ചിട്ട ശാപഗ്രസ്തമായ തലമുറകൾ തിങ്ങിപ്പാർക്കുന്ന മണ്ണില ഇപ്പൊ ആര് വന്നു നിൽക്കുന്നേ? കനാനി സ്ത്രീ വന്നു നിൽക്കുന്നത്. സ്തോത്രം. ഇവിടെ ഒരു ചരിത്രം പറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഇനി എന്നെ ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, കെയർ ചെയ്ത് കേൾക്കണേ, ശ്രദ്ധയൊന്നും വിട്ടുപോകല്ലേ. ഒരു വചനത്തിന്റെ ഒരു റെവലേഷൻ പറഞ്ഞ ഏറ്റവും പ്രധാന ഭാഗത്തിൽ ശ്രദ്ധയൊന്നും വിട്ടുപോകരുത്. എന്നെ ശ്രദ്ധിച്ച്. ഈ പഴയ നിയമത്തിനകത്ത് അപ്പച്ചൻ ശപിച്ചിട്ട മണ്ണിനകത്ത് ശാപഗ്രസ്തരായ പിള്ളാര് താമസിച്ചപ്പോ ദൈവത്തിനൊരാഗ്രഹം, സർവശക്തനായ ദൈവത്തിനൊരാഗ്രഹം എന്തോന്നറിയാമോ മക്കളെ? ഈ ശാപം പിടിച്ച പിള്ളാര് താമസിക്കുന്ന മണ്ണ് ശാപത്തിന്റെ കെട്ടഴിച്ച് അത് വാഗ്ദത്ത സന്തതികൾക്ക് കൈമാറ്റം ചെയ്യണം. സ്തോത്രം. അപ്പൊ പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം 12:6 വാക്യത്തിൽ എടുക്കണ്ട. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ അബ്രഹാം 12:6 വാക്യത്തിൽ വന്നു നിൽക്കുന്ന സ്ഥലമാണ് കനാന്യർ തിങ്ങിപ്പാർക്കുന്ന മണ്ണ് എന്ന് വെച്ചാൽ പഴയ നിയമത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ഈ മണ്ണിനകത്ത് കൊണ്ടുവന്നെത്തിച്ചു. അവിടെ എത്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലം ഇനി ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും ഒരു വാഗ്ദത്ത മണ്ണായിട്ട് തരാൻ പോവാ. ഇന്ന് രാത്രി ഞാൻ ആ ദൂത് പറയുമ്പോൾ വചനത്തെ വിശ്വസിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ ആത്മാവി പറയാ, നിനക്ക് കിട്ടേണ്ട ഈ അവകാശ ഭൂമികളെ തടയുന്നത് ഏത് കുട്ടിപ്പിശാചുക്കളാണെങ്കിലും ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ പറയണം, എനിക്ക് കിട്ടേണ്ട ഈ അവകാശങ്ങൾ, എനിക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടികൾ, എനിക്ക് കിട്ടേണ്ട പ്രമാണങ്ങൾ, എനിക്ക് കിട്ടേണ്ട ഈ വസ്തു എൻ്റെ കരത്തിനകത്ത് കൊണ്ടുവരാൻ കഴിവുള്ളൊരു സർവശക്തനായ ദൈവമുണ്ട്. അബ്രഹാം, ഈ സ്ഥലം ഇപ്പൊ ശാപം പിടിച്ച് കിടക്കുന്ന സ്ഥലമാ, പക്ഷെ ഈ സ്ഥലം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും ഒരു വാഗ്ദത്ത മണ്ണായിട്ട് തരാം. സ്തോത്രം. അങ്ങനെ അബ്രഹാം ഈ സ്ഥലത്തിനകത്ത് വേരുറക്കുകയാണ്. വേരുറക്കുന്ന ഈ അബ്രഹാം ഈ കാലക്രമത്തിൽ ഈ നാട് വിട്ടു പോകേണ്ടി വന്നു. പിന്നത്തേതിൽ ഇസഹാക്ക് ഈ മണ്ണിൽ വന്നു. ഉൽപ്പത്തി 26 ഇസഹാക്ക് വന്നു. ഇസഹാക്ക് വന്നു കഴിഞ്ഞ് പിന്നെ യാക്കോബ് വന്നു. ഉൽപ്പത്തി 33:18 യാക്കോബ് ഈ സ്ഥലത്തിലേക്ക് വന്നു. അങ്ങനെ യാക്കോബ് 33:18 വാക്യത്തിൽ ഈ സ്ഥലത്തിനകത്ത് വന്ന് ഈ സ്ഥലം വെള്ളിക്കാശിന് വിലയ്ക്ക് വാങ്ങി അവിടെ കൂടാരമടിച്ച് താമസിക്കുമ്പോൾ പിശാചിന് മനസ്സിലായി ഇവനെ ഇവിടുന്ന് ഓടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ പിശാച് ചെയ്തൊരു പദ്ധതി എന്നാണെന്നറിയാമോ? ആ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടണം, ശ്രദ്ധിച്ച് കേട്ടോണം. പിശാച് ചെയ്ത പദ്ധതി ഇവന്റെ തലമുറകളെ തൊടാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. യാക്കോബിന് മൊത്തം 13 മക്കൾ. കൂട്ടത്തിലൊരു പെൺകൊച്ചുണ്ട്, അവളുടെ പേര് ദീന എന്നാണ്. ദീനയ്ക്കൊരു കൊച്ചു പ്രശ്നമുണ്ട്. രാവിലെ കുളിച്ച് കൊച്ചു കുട്ടിക്കുപ്പായും ഇട്ട് നാട്ടിലെ കന്യകമാരെ കാണാൻ പോവും. ആരെ കാണാൻ പോവും? നാട്ടിലെ കന്യകമാരെ. ഈ പെണ്ണിന് വീട്ടിലെങ്ങാണ്ട് ഇരുന്നാൽ മതി അച്ഛാ, എന്നാലും ഇവള് പോവും. നാട്ടിലെ കന്യകമാരെ കാണാൻ പോവും. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സംഭവം നടന്നു. ഇവളെ കണ്ട നാട്ടിലെ ചെറുപ്പക്കാർ മോഹിച്ചു. പിറ്റേ ദിവസം യാക്കോബിന്റെ വീട്ടിനകത്ത് കോളിംഗ് ബെൽ അടിക്കുക. യാക്കോബിന്റെ വീട്ടിനകത്ത് കോളിംഗ് ബെൽ അടിക്കുക. കോളിംഗ് ബെൽ അടിച്ചതൊന്നും ബൈബിളിൽ പോയി നോക്കരുത്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഏത് വർഷം തപ്പിയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇതെൻ്റെ ഒരു ഭാവന ഞാനങ്ങ് പറയുക. പൊതുവെ ഭാവന പറയാൻ എനിക്ക് ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, ഈ സമയങ്ങളിൽ, ലൈവൊക്കെ ഉള്ള സമയങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി ഓടിക്കുത്തി എൻ്റെ അടുത്ത് വന്ന് പറയാ, പാസ്റ്റേ ഇസഹാക്ക് ഫോൺ വിളിച്ച കാര്യം ബൈബിളിൽ എവിടെ ഉള്ളതെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി അതൊക്കെ ഭാവനയാണ്, അങ്ങനൊന്നും ബൈബിളിൽ എഴുതി. മലയാളികളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തെ പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ യാക്കോബിന്റെ വീടിനകത്ത് കോളിംഗ് ബെൽ അടിച്ചു. യാക്കോബും 12 മക്കളും വയലേന്നൊക്കെ വന്നു. അവർ ചോദിച്ചു, ആരടാ എന്നടാ അവിടെ പരിപാടി? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടിലെ പിള്ളാരാ. എന്ന് വെച്ചാൽ അപ്പച്ചൻ ശപിച്ചിട്ട അവരുടെ വംശപാരമ്പര്യമാണ് ഞങ്ങൾ, കനാനി വംശപാരമ്പര്യം. എന്തിനാ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നേ? ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, അതറിഞ്ഞുകൊണ്ട് വന്നതാ. ആ പെങ്കൊച്ചുണ്ട്, പേരെന്നായിരുന്നു കൊച്ചിൻ്റെ? ദീന എന്ന ദീന. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാ പെങ്കൊച്ചിനെ അന്വേഷിച്ച് വന്നേ? ഞങ്ങളുടെ ചെറുക്കന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വന്നതാ. അപ്പോൾ പ്രപ്പോസലുമായിട്ടാണ് വന്നേ. ഇപ്പം ഇവർ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്, എന്തോ പ്രപ്പോസലാച്ചായി കൊണ്ടുവന്നേക്കുന്നേ. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ വേർപെട്ട കൂട്ടമാ. നമ്മളാരാ? വേർപെട്ട കൂട്ടമാ. ഇനി ബൈബിളിൽ കിടക്കുന്നൊരു ഭാഷ ഞാൻ പറയാം, ഞങ്ങൾക്ക് പരിശോധനയുണ്ട്. എന്തുകൊണ്ട്? പരിശോധനയുണ്ട്. അപ്പോൾ നിങ്ങളും തമ്മിൽ ബന്ധമില്ലെന്നാ. അപ്പോൾ ഇവരിങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ പരിശോധനയാണോ വിഷയം? ഒരു കാര്യം ചെയ്യുക, ഞങ്ങളിപ്പോൾ നല്ലൊരു പ്രപ്പോസലുമായിട്ടല്ലേ വന്നത്, ഞങ്ങളുടെ നാട്ടിലെ ആമ്പിള്ളാരെല്ലാം പരിശോധന ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോംപ്രമൈസ്, ഞങ്ങളുടെ പിള്ളേരെ നിങ്ങൾക്കും നിങ്ങളുടെ പിള്ളേരെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇത് ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന പുതിയ സംഗതി പോലെ ഇരിക്കുന്നു. ബൈബിളിനകത്തുള്ള സംഭവമാണ്. സ്തോത്രം. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായി. അടുത്ത അധ്യായം വാളായി, വെട്ടായി, കുന്തമായി, രക്തച്ചൊരിച്ചിലായി, ഒരു യുദ്ധഭൂമിയായി അത് മാറി. യുദ്ധഭൂമിയായി മാറിയപ്പോൾ തമ്പുരാൻ ആ സ്ഥലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് യാക്കോബിനോട് പറഞ്ഞു, യാക്കോബെ, ഇത് വാഗ്ദത്ത മണ്ണായിരുന്നു, പക്ഷെ വാഗ്ദത്ത മണ്ണിൽ രക്തം വീണടാ, ഇനിയിപ്പോൾ ഈ മണ്ണിൽ നീ നിൽക്കണ്ട എന്ന് പറഞ്ഞ് യാക്കോബിനെ ബഥേലിലേക്ക് ദൈവം പറഞ്ഞയക്കുന്ന ചരിത്രമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ചിലരുടെ മുഖത്ത് വിടുന്ന ക്യൂരിയോസിറ്റി, ഇതൊക്കെ ഒന്ന് വായിക്കണമല്ലോ പാസ്റ്റേ.
പാസ്റ്ററെ, അതൊക്കെ വായിക്കണം, വീട്ടിൽ പോയി വായിക്കണം. സ്തോത്രം. അങ്ങനെ യാക്കോബ് ബേഥേലിലേക്ക് ഓടിപ്പോകുന്ന ചരിത്രം. യാക്കോബ് ബേഥേലിലേക്ക് ഓടിപ്പോയിട്ട് ഇനി അടുത്തൊരു ചരിത്രം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 1 2 3 ദീർഘ 4000 വർഷം ആ സ്ഥലം ശാപത്തിൻ്റെ അടിയിൽ കിടന്നു. 4000 വർഷം ആ സ്ഥലം ശപിക്കപ്പെട്ട മണ്ണായി കിടന്നു. പിന്നൊരു അബ്രഹാം വന്നില്ല, പിന്നൊരു ഇസഹാക്ക് വന്നില്ല, പിന്നൊരു യാക്കോബ് വന്നില്ല. അത് ശാപത്തിൻ്റെ ഭൂമിയായി ഇങ്ങനെ കിടക്കുമ്പോൾ തമ്പുരാൻ 10:15 വാക്യത്തിൽ യേശു യെരുശലേം വിട്ടിട്ട് ശാപം പിടിച്ചു കിടക്കുന്ന ആ മണ്ണിലോട്ട് കർത്താവ് കാലങ്ങ് എടുത്തു വെച്ചു. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ഈ രാത്രി വരുന്നത് പിശാചേ അബ്രഹാം അല്ല. ഈ രാത്രി ഞാൻ വചനത്തിന്റെ സന്ദേശം പറയാം. ഈ രാത്രി വരുന്നത് ഇസഹാക്ക് അല്ല. ഈ രാത്രി വരുന്നത് യാക്കോബല്ല. ഈ രാത്രി വരുന്നത് യോസെഫ് അല്ല. ഈ രാത്രി വരുന്നത് ആ മണ്ണിനെ പിടിക്കാൻ ദാവീദല്ല. ദാവീദിനെ ഉണ്ടാക്കിയ സ്വർഗത്തിലെ ദൈവം യേശു നേരിട്ട് ആ ഭൂമിയിലോട്ട് ഇറങ്ങി വരിക. ഈ രാത്രി ഇരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ രാത്രി നിങ്ങളുടെ വീട്ടിൽ വരേണ്ടത് പാസ്റ്ററുമല്ല, പ്രവാചകനുമല്ല, പ്രാസംഗികനുമല്ല, പാതിരിയുമല്ല. ഈ രാത്രി യേശു നിങ്ങളുടെ വീട്ടിനകത്ത് വന്നാൽ ചില ശാപത്തിന്റെ കുരുക്കുകളെ സ്വർഗം അഴിച്ചു മാറ്റും. വിശ്വസിക്കുന്ന സനാതന, എനിക്കറിയാച്ച വചനം മനസ്സിലാക്കി ആരാധിക്കുന്ന കുറെ എണ്ണം ഇന്ന് രാത്രി ചർച്ചിനകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചിലർക്കൊന്നും പിടികിട്ടുന്നില്ലെങ്കിലും ആ വചനത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കി അവരിന്ന് രാത്രി പറയുന്നുണ്ട്, യേശുവേ ഇന്ന് രാത്രി നീ എന്റെ വീട്ടിലോട്ട് വരണമേ. ഉപവാസത്തിന്റെ 6ാമത്തെ രാത്രി ഹൃദയം തുറന്ന് പറ, യേശുവേ ഇന്ന് രാത്രി എനിക്ക് കാണേണ്ടത് അബ്രഹാമിനെ അല്ല, എനിക്ക് കാണേണ്ടത് ഇസ്ഹാക്കിനെ അല്ല, എനിക്ക് കാണേണ്ടത് യാക്കോബിനെ അല്ല. അവരെയെല്ലാം ഉണ്ടാക്കി യേശു ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ അഭിഷേകമുള്ള മാതാപിതാക്കന്മാര് പറ, എന്റെ കൊച്ചിന്റെ കയ്യിൽ ഒരു പാസ് അല്ല വെക്കേണ്ടത്, എന്റെ കൊച്ചിന്റെ തലയിൽ ഒരു പ്രവാചകന്റെ കൈ അല്ല വെക്കേണ്ടത്, എന്റെ കുഞ്ഞിന്റെ ശിരസിൽ യേശുവിന്റെ കരമൊന്ന് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശു നിന്റെ തലമുറയ്ക്കകത്ത് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ഈ ജനറേഷനകത്ത് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ഇന്ന് രാത്രി തലമുറയ്ക്കകത്ത് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഈ യോഗത്തിനകത്തുണ്ട്. ഞാൻ പറയാം, ദീർഘവർഷങ്ങളുടെ ശാപത്തിന്റെ കുരുക്കഴിക്കുക. യേശു ആ വാഗ്ദത്ത ഭൂമിയിലോട്ട് വരുക. അബ്രഹാമേ നിനക്ക് തരാമെന്ന് പറഞ്ഞ മണ്ണ്, ഇസ്ഹാക്കേ നിനക്ക് തരാമെന്ന് പറഞ്ഞ മണ്ണ്, യാക്കോബേ നിന്നെ വേരുറപ്പിക്കാമെന്ന് പറഞ്ഞ മണ്ണ് ഇന്നും കനാന്യ വംശപാരമ്പര്യത്തിന്റെ കൈക്കകത്തിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ ശാപത്തിന്റെ കട്ടഴിക്കാൻ യേശു ആ ഭൂമിയിലോട്ട് വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വചനം ഇന്ന് രാത്രി കത്തട്ടെ, വചനം ഇന്ന് രാത്രി ചലിക്കട്ടെ, ആ വചനം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന തലമുറയ്ക്കകത്ത് വാരട്ടെ. ഉറമനം ശാതകരം ദാനകസ്തനം ധനാദനം ശാദനം അറമനം ശാതകരം ദാനകസി ഹത്തനം ദാനകസിയാദനെ രക്തം ശയ്യം 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 അറമനം ശാതകരം ദാനകസ്തനം ശമാനകസ്തനം ദേനകസി ഹത്തനെ ധിയാദനെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകമുള്ളവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് പറ, യേശുവേ ഇന്ന് രാത്രി ഞങ്ങളുടെ യോഗത്തിനകത്ത് വരണോ. ഉപവാസത്തിന്റെ 6ാമത്തെ രാത്രി ഇന്ന് രാത്രി ഞങ്ങളുടെ മീറ്റിംഗിനകത്ത് വരണോ. ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണോ. ഈ രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൈവകരം ചലിപ്പിക്കണം. പ്രാർത്ഥിച്ചേ, കർത്താവ് ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഇന്ന് രാത്രി യേശു നമ്മുടെ മീറ്റിംഗിനകത്ത് വരട്ടെ. ഈ രാത്രി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, യേശു നിങ്ങളുടെ വീടിനകത്ത് വരട്ടെ. ദീർഘനാളുകളുടെ ശാപത്തിന്റെ കെട്ടടിക്കുക, ദീർഘനാളുകളുടെ കുരുക്കുകൾ അടിക്കുക, ദീർഘനാളുകളായി നിന്റെ വീടിനകത്ത് ശപിച്ചിട്ട് ശാപത്തിന്റെ വാക്കഴിക്കുക. ഇതിന്ന് രാത്രി മനുഷ്യന് പറ്റത്തില്ല, ഇതിന്ന് രാത്രി മെഡിക്കൽ സയൻസിന് പറ്റത്തില്ല. പക്ഷെ അഭിഷേകമുള്ളവരെ നോക്കി ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, നിന്റെ വീടിനകത്ത് യേശു വന്നാൽ രക്തം ശയ്യം 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 അറമനം ശാതകനം ധാരകസ്തനം ശമാനകസ്തനം ദേനകസി. യെസ്, ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് യേശു വന്നാൽ ആ കുരിക്കഴിയും ആ കെട്ടരിയും ആത്മാർത്ഥമായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ വീടിന്റെ ശാപത്തിന്റെ ബന്ധനം അഴിക്കാൻ ഇന്ന് രാത്രി യേശു നമ്മുടെ മീറ്റിംഗിനകത്ത് വരുന്നതിന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.
യേശു ആ സ്ഥലത്തിലേക്ക് കാലെടുത്ത് വെക്കുക. യേശു ആ സ്ഥലത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആ നാട്ടിൽ നിന്നൊരു സഹോദരി വന്നു. ഇന്ന് രാത്രി ഞാൻ ചർച്ചിനോടൊരു ദൂത് പറയാം. ആത്മാർത്ഥമായി മിനിസ്ട്രിക്കകത്ത് സഭ വളരണമെന്ന് പ്രാർത്ഥിക്കുന്നവരോട് ഞാനൊരു പ്രവചന ശബ്ദം പറയാം. ഒരു സഭയുടെ ഉണർവ് മറഞ്ഞിരിക്കുന്നത് എവിടാണെന്നറിയാമോ? ഒരു ചർച്ചിൻ്റെ റിവൈവൽ മറഞ്ഞിരിക്കുന്നത് കയ്യടിയിലും ടമ്പറടിക്കകത്തൊന്നുമല്ല. ആ നാട്ടിൽ നിന്ന് ജനം അടിഞ്ഞ് പുറത്തു വരുമ്പോൾ ആ സഭ ഉണർവ് പ്രാപിക്കുന്നത്. അച്ഛാ, ഇന്ന് രാത്രി ഈ ചർച്ചിനകത്തൊരു ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ കോട്ടയത്തെ നിന്ന് ഇത് ആള് കയറിയാൽ നടക്കത്തില്ല. കോഴഞ്ചേരിയിൽ നിന്ന് എല്ലാ ആഴ്ചയും വന്നാൽ ഇത് നിറഞ്ഞാലും ഈ ദേശത്തിനകത്തൊരു ഉണർവ്, ഈ ദേശത്തിനകത്ത് ഈ സഭ കൊണ്ടൊരു ഉണർവ് നടക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനം അഴിഞ്ഞ് പുറത്തു വരണം. മനസ്സിലാക്കുന്നുണ്ടോ? ഈ നാട്ടിലെ ജനം അഴിഞ്ഞെന്ത് ചെയ്യണം? പുറത്തു വരണം യേശുവിൻ്റെ നാമത്തിൽ. ആ നാട്ടിൽ നിന്നൊരു സഹോദരി പുറത്തു വന്നു. അവളുടെ പേരെന്തുവാ? നിങ്ങൾ അതുവരെ ഓക്കെ ആയിരുന്നു, പക്ഷെ ആ മറുപടി മാത്രം തെറ്റിപ്പോയി. കനാനശ്രീ എന്ന് പറയുന്ന ഒരു പേരല്ല. ആണോ അച്ഛാ? കനാനശ്രീ ഒരു പേര്. കൊട്ടാരക്കര എന്നൊരു ഭാഷ വരും എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേരാണോ? കൊട്ടാരക്കര പാസ്റ്റർ ആണോ പുള്ളിയുടെ പേരാണോ? അല്ല. പിന്നെ അത് ആ നാടിൻ്റെ പേരാ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പേരാ, ആ സ്ഥലത്തിൻ്റെ പേരാ. അങ്ങനെയാണെങ്കിൽ ഈ ആൻറ്റിയുടെ പേരെന്നാ? തലയൊന്നും പുകയ്ക്കേണ്ട, കാരണം ബൈബിളിൽ ആൻറ്റിയുടെ പേരില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ബൈബിളിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തപ്പിയെടുക്കാനും നിൽക്കണ്ട. ബൈബിൾ ഇല്ലാത്തത് തപ്പിയെടുക്കുമ്പോഴേ ദുരുപദേശം വരത്തുള്ളൂ. ബൈബിൾ മൗനമാണെങ്കിൽ നമ്മളും മൗനമായിരിക്കണം. ആ ആൻറ്റിയുടെ പേര് ബൈബിളിനകത്തില്ല. നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? മത്തായിയുടെ സുവിശേഷം മൊത്തവും മത്തായിയുടെ സുവിശേഷം മൊത്തം 28 അധ്യായങ്ങൾ. 28 നോക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും നോക്കിയതാ. അത്രയും തന്നെ ഉണ്ട്, ധൈര്യമായിട്ട് തന്നെ നോക്കിക്കോ. ഇത്രയും അധ്യായത്തിൽ പേരില്ലാത്ത 24 സ്ത്രീകളുണ്ട്. എത്ര? ആഹാ, ഒരു കൊച്ചു ഹോംവർക്ക് വരാം, നാളെ ചെയ്തുകൊണ്ട് വരണം കേട്ടോ. മത്തായിയുടെ സുവിശേഷത്തെ പേരില്ലാത്ത 24 ആൻറ്റിമാരെ തപ്പിയെടുത്തുകൊണ്ട് നാളെ വരണം. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം, പേരില്ലാത്ത 24 സഹോദരിമാർ. 1-2 പേരുകൾ ഹോംവർക്ക് ചെറുതാക്കാൻ വേണ്ടി ഞാൻ പറയാം. 1-2 പേരുകൾ ഞാൻ പറയാം. സ്തോത്രം. ഒന്നാമത്തെ പേര് പത്രോസിന്റെ അമ്മായിയമ്മ. പേരെന്നാ? പേരില്ല. എന്താ മകളെ? എല്ലാത്തിനും ഒറ്റ മറുപടി ഉള്ളൂ, ഇല്ല. ഒന്ന് പറഞ്ഞേ. അതിന് നല്ല മറുപടിയാ. എല്ലാത്തിനും ഒറ്റ മറുപടി ഉള്ളൂ, ഇല്ല. ഒന്ന് പറഞ്ഞേ. എല്ലാത്തിനും ഒറ്റ മറുപടി ഉള്ളൂ, ഇല്ല. ഒന്ന് പറഞ്ഞേ. ഇല്ല. ഒന്ന് പറഞ്ഞേ. ഇല്ല. ഒന്ന് പറഞ്ഞേ. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടി ഉള്ളെങ്കിൽ ഉറക്കെ പറഞ്ഞോണം. പത്രോസിന്റെ അമ്മായി അമ്മ പേര് ഉണ്ടോ? ഇപ്പൊ എളുപ്പമായി. സ്തോത്രം. യായിറോസിന്റെ മകൾ പേര് ബ്ലെസിമോളോ? വേണമെങ്കിൽ അങ്ങനെ വിളിച്ചോ, പക്ഷെ കൊച്ചിന്റെ പേര് ബൈബിളിനകത്ത് ഇല്ല. സ്തോത്രം. രക്തസ്രാവമുള്ള സ്ത്രീ പേര് ഇല്ല. ഇങ്ങനെ ബൈബിളിനകത്ത് യേശു ഒരിക്കലും ഉപമ പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്തു. പുളിച്ച മാവെടുത്ത ആൻറ്റിയുടെ പേര് ഇല്ല, ബൈബിളിനകത്തില്ല. ഇങ്ങനെ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ പേരില്ലാത്ത 24 ആൻറ്റിമാരുണ്ട്. അതിനകത്തൊരു പേരാണ് കനാനി സ്ത്രീ. അവളുടെ പേരില്ല, അവളുടെ പേര് ജാതീയ പേരാട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അവൾ വിളിച്ചവൻ ഒരു പേരുണ്ട്. അവൻ്റെ പേരാണ് ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണം. ഇന്ന് രാത്രി ഞാൻ പറയാം, നമുക്ക് അഡ്രസ് ഇല്ലെങ്കിലും നമ്മൾ വിളിക്കുന്നവൻ രാജാതി രാജാവാണ്. നമുക്ക് കൊലശ്രേഷ്ഠത ഇല്ലെങ്കിലും നമ്മൾ വിളിക്കുന്നവൻ മഹത്വത്തിന്റെ സിംഹാസനത്തിനകത്തിരിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകം ഒരു പറ, എൻ്റെ പേരല്ല പാസ്റ്ററെ ഉയരേണ്ടത്, ഞാൻ വിളിക്കുന്നവന്റെ പേര് ഇന്ന് രാത്രി ഉയർന്നു കേൾക്കണം. സ്തോത്രം. അവന്റെ പേര് ഉയർന്നു കേൾക്കണം. ചേർന്നൊരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മുടെ പേരല്ല ഉയരേണ്ടത്, നമ്മൾ വിളിക്കുന്നവന്റെ പേര് ഉയർന്നു കേൾക്കണം. അപ്പൊ മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൽ കനാനി സ്ത്രീ പുറത്തു വന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്നവൾ നിലവിളിച്ചു. ഇനി അത്ഭുതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രതികരണമാണ് ഞാൻ പറയുന്നത്, നിലവിളിക്കുക. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. അത്ഭുതത്തിന് ഒരു കുറുക്കു വഴിയില്ല. ആദ്യം നിലവിളിക്കണം. നിലവിളിയുടെ ശബ്ദം എപ്പോഴാണ് ഉയരുന്നതെന്ന് അറിയാമോ? കൈവിട്ടു പോകുന്നൊരു വിഷയത്തിലെ നിലവിളിയുടെ ശബ്ദം ഉയർത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം, അപ്പോൾ കുറേ കൂടെ മനസ്സിലാകും. ഞങ്ങളുടെ നാട്ടിനകത്തൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റി ഡോക്ടറാണ്. ആൻറ്റി ഇങ്ങനെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഗ്യാസിൽ നിന്ന് കയറി തീ പടർന്നു. പാവനയാകട്ടോ, ഗ്യാസിൽ നിന്ന് കയറി തീ പടർന്നു. ആൻറ്റിയുടെ ഡ്രസ്സിനകത്തൊക്കെ കയറി തീ പിടിച്ചു. പെട്ടെന്ന് ഈ ആൻറ്റി ഫ്രണ്ടിൽ ഹോളിലോട്ട് പയ്യെ നടന്നു വന്നു. ഫോണിൻ്റെ ലോക്കൊക്കെ അഴിച്ചു. ഫയർഫോഴ്സിനെ വിളിക്കുക. ഹലോ, ഫയർഫോഴ്സ് ആണോ? അവർ പറഞ്ഞു ഫയർഫോഴ്സ് ആണോ. അയ്യോ, ദാണ്ട് അടുക്കളയിലൊക്കെ തീ കയറി പിടിച്ചു, ഗ്യാസിൽ നിന്ന് എൻ്റെ ശരീരത്തൊക്കെ തീ കയറി പിടിക്കുന്നുണ്ട്. ഈ വഴി അങ്ങാനും പോകുന്നുണ്ടോ? ഇപ്പം ഉണ്ടെങ്കിൽ ഒന്ന് കയറി അണച്ചേക്കണേ. ആണോ? പിന്നെങ്ങനെ?
അലറി കൂകി കിടക്കും വിളിക്കുമല്ലയോ, യോ അരയിൽ ഓടി വരണേ എന്ന് പറഞ്ഞാൽ കൈവിട്ട് വിഷയം പോവുക. ആ കൈവിട്ട് പോകുന്ന വിഷയത്തിലെ എന്തോ ഉയരത്തോളൂ, നിലവിളിയുടെ ശബ്ദം ഉയരത്തോളൂ. ഈ കനാനി സ്ത്രീ ഒന്നാമത് ചെയ്ത പ്രതികരണം, അവൾ നിലവിളിച്ചു. ഇനി ഞാൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി ഏറ്റവും പ്രധാന ഒരു കാര്യം ഞാൻ പറയാം. അവൾ നിലവിളിച്ചപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി തൊട്ട് താഴത്തെ വാക്യത്തിലുണ്ട്. തൊട്ട് താഴത്തെ വാക്യം വായിച്ച 23-ാമത്തെ വാക്യം. അവൾ നിലവിളിച്ചപ്പോൾ അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. കനാനി സ്ത്രീ വന്നു. കനാനി ഈ നാട്ടിലെ സ്ത്രീയാ, ഈ നാട്ടിലെ ആന്റി വന്നു. മക്കളെ ഇനി ഇച്ചിരി ശ്രദ്ധിച്ചേക്കണേടാ. ഇവൾ വന്നു, അത്ഭുതത്തിന് വേണ്ടി ആദ്യം പ്രതികരിച്ച പ്രതികരണം എന്നാ? നിലവിളിച്ചു. അപ്പൊ യേശു കൊടുക്കുന്ന മറുപടി എന്നാന്നറിയാമോ? അങ്ങനല്ലയോ? അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ഹീസ് എ സൈലന്റ്. ഒരു വാക്കും. യേശു എന്തേലും പറ. ഒരു പ്രാർത്ഥനയ്ക്ക് മൂന്ന് ടൈപ്പിലുള്ള മറുപടി ഉണ്ട്. ഒന്നെങ്കിൽ എസ്, അല്ലെ നോ, അല്ലെ വെയിറ്റ്. കിട്ടും, ഇല്ല, കാത്തിരിക്കുക. ഏതെങ്കിലും ഒരു മറുപടി പറ. യേശു ഒന്നും മിണ്ടുന്നില്ല. ഹീസ് എ സൈലന്റ്. ഞാൻ ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇരിക്കുന്നവരോട് ശാന്തമായൊരു ഭാഷ ചോദിക്കട്ടെ. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് യേശു മിണ്ടാതിരുന്ന ഏതെങ്കിലും സാഹചര്യം നിങ്ങൾക്കുണ്ടോ? ഒത്തിരി പ്രാർത്ഥിച്ച വാസന, ഒത്തിരി കരഞ്ഞു, പക്ഷെ യേശു ഒന്നും മിണ്ടുന്നില്ല. ഒരു പ്രവാചകനിലൂടെ ഞങ്ങൾ ആലോചന ചോദിച്ചു, യേശു ഒന്നും മിണ്ടുന്നില്ല. എത്ര പ്രാർത്ഥിച്ചാലും ഒരത്ഭുതമില്ലാതെ ഹീസ് എ സൈലന്റ്. ഞാൻ പറയാം, ആ മറുപടി പോലും, ആ നിശബ്ദത പോലും ഒരു മറുപടിയാണ്. വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ നിശബ്ദത പോലും ഒരു മറുപടിയാച്ചാ. യേശു ഇവിടെ മിണ്ടാതിരിക്കുക. മിണ്ടാതിരുന്നപ്പോഴേ ഇവള് തിരിച്ചു പോയില്ല. മിണ്ടാതിരുന്നപ്പോൾ ഇവൾ രണ്ടാം പ്രതികരണത്തിലോട്ട് ചാടിക്കേറി. രണ്ടാം പ്രതികരണം വാക്യം 25 വായിച്ചേ. എന്നാൽ അവൾ വന്നു, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. മക്കളെന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു. മക്കളെ, നമസ്കരിച്ചു എന്ന് പറയുന്ന ഒരു മലയാളം വാക്കാ. അതിൻ്റെ ശരിയായ വാക്കെന്ന് പറയുന്ന ആരാധിച്ചെന്ന എന്ന് പറഞ്ഞേ. ആരാധിച്ചു എന്ന് പറയുന്ന വാക്കിനൊരു ഇംഗ്ലീഷ് വാക്ക് പറ. ഞാൻ ഇംഗ്ലീഷ് ഭയങ്കര വീക്കാ. പറ. എന്തോ? വർഷിപ്പ് ചെയ്തു. അപ്പം മലയാളം ആരാധിച്ചു, ഇംഗ്ലീഷ് വർഷിപ്പ് ചെയ്തു. ഇനിയൊരു ഗ്രീക്ക് വാക്ക് ഞാൻ പറയട്ടെ അച്ഛാ. ഗ്രീക്ക് വാക്ക് പ്രൊസ്കോനിയോ എന്ന് പറഞ്ഞേ. സൂസു എന്നല്ല, ഉറക്കെ പറഞ്ഞേ. ഇച്ചും കൂടെ ഉറക്കെ പറഞ്ഞേ. അന്യഭാഷയൊന്നും അല്ല കേട്ടോ. 10 അന്യഭാഷ കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്ക് കയറ്റി പറയും പ്രൊസ്കോനിയോ. പറയരുത്, അത് അന്യഭാഷയല്ല, അതൊരു ഗ്രീക്ക് വാക്കാണ്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ മക്കളെ. മലയാളം ആരാധിച്ചു, അല്ലെ നമസ്കരിച്ചു. ഇംഗ്ലീഷ് വാക്ക് വർഷിപ്പ് ചെയ്തു. ഗ്രീക്ക് വാക്ക് പ്രൊസ്കോനിയോ. ഈ പ്രൊസ്കോനിക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര വൈഡായുള്ളൊരു വേടാ. ബൈബിൾ സെമിനാരി പഠിച്ചപ്പോൾ ഇതര പുസ്തകങ്ങളൊക്കെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയ രണ്ടർത്ഥം ഞാൻ പറയാം. രണ്ടർത്ഥം, ഒത്തിരി അർത്ഥമുണ്ട്. രണ്ടർത്ഥം, സമയപരിധി കൊണ്ട് രണ്ടർത്ഥം പറയാം. മക്കളെ, പ്രൊസ്കോനിയുടെ ഒന്നാമത്തെ അർത്ഥം, യേശു മിണ്ടാതിരിക്കുമല്ലയോ. നിലവിളിച്ചപ്പോൾ മിണ്ടാതിരിക്കുമല്ലയോ. മിണ്ടാതിരിക്കുന്ന യേശുവിൻ്റെ കൈ അവൾ പിടിച്ചോ. കൈ പിടിക്കടാ, എൻ്റെ കൈ പിടിക്കടാ. കൈ പിടിച്ചു. എന്നിട്ട് ചുംബിച്ചു, ആരാധിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ. കണ്ടില്ല, ഒന്നുകൂടെ കാണിക്കാം. മിണ്ടാതിരിക്കുന്ന യേശുവിൻ്റെ കൈ അവൾ പിടിച്ചു, ചുംബിച്ചു, ആരാധിച്ചു. സ്തോത്രം. പള്ളിയിൽ അച്ഛന്മാർക്ക് മുത്തം കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? പ്രൊസ്കോനിയുടെ ആരാധനക്രമമാണ് അവർ ചെയ്യുന്നത്. അബദ്ധം പറ്റി. ആർക്കാണെന്നറിയാമോ? അവർക്ക്. ഇത് മനുഷ്യന് കൊടുക്കേണ്ടതോ അച്ഛന് കൊടുക്കേണ്ടതോ അല്ല, ഇത് യേശുവിന് കൊടുക്കേണ്ടതാണ്. പ്രൊസ്കോനയുടെ രണ്ടാമത്തെ അർത്ഥം കേൾക്കണേ. അത് ഭയങ്കര ഗാംഭീര്യ അർത്ഥമാണ്. പ്രൊസ്കോനയുടെ രണ്ടാമത്തെ അർത്ഥം, യേശു മിണ്ടാതിരിക്കുമല്ലയോ. മിണ്ടാതിരിക്കുന്ന യേശുവിൻ്റെ മുമ്പേ അവൾ മുട്ടുമടക്കി. മടക്കടാ. തൻ്റെ തലയുടെ അറ്റം, തൻ്റെ തലയുടെ അഗ്രം കൊണ്ടുവന്നു യേശുവിൻ്റെ പാദത്തിൽ കുമ്പിട്ടു. വളയട്ടെ. സ്പോണ്ടിലോസിസ് ഉണ്ടോ? ഇല്ല, എന്നാൽ വളയട്ടെ, നല്ലോണം വളയട്ടെ. ഒരു മിനിറ്റ് അങ്ങനെ ഇരിക്കണേ. യേശുവിൻ്റെ പാദത്തിൽ കുമ്പിട്ടു. ആരാധനക്രമമാണ്. അബദ്ധം പറ്റി. ആർക്ക്? നമുക്ക്. അവരത് 3 നേരം ചെയ്യുമ്പോൾ നമ്മൾ കസേരയ്ക്കകത്തിരുന്ന് ടാറ്റ കാണിക്കുമോ? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവർ 3 നേരം അത് ചെയ്യുന്നുണ്ട്. പ്രൊസ്കോനിയുടെ ആരാധനയിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ അവർ കുമ്പിടുന്നുണ്ട്. ഞാൻ പറയാം, പെന്തക്കോസ്തുകാരെ നമ്മളാണ് ഇത് ശീലിക്കണ്ടേ. മുട്ടുമടക്കി തൻ്റെ തലയുടെ അറ്റം കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദത്തിൽ കുമ്പിട്ടു. ഈ വെളിപ്പാട് കിട്ടിയ ചില പാട്ടുകാർ പാടിയിട്ടുണ്ട്, അവൻ്റെ പാദങ്ങൾ ഞാൻ ചുംബിക്കട്ടെ. ഈ വെളിപ്പാട് കിട്ടിയ ചില അഭിഷക്തന്മാർ പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അവൻ്റെ പാദങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? ചുംബിക്കട്ടെ. ആമൻ. മുട്ടുമടക്കി അരിമനാഥൻ്റെ ആമൻ പാദത്തിനകത്ത് കുമ്പിട്ട് ആരാധിച്ചു. ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒറ്റ സെക്കൻഡ് അവിടെ ഇരിക്കണേ മോനെ, ഒറ്റ സെക്കൻഡ്. ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴേ യേശു പറയുക, ദേ അപ്പം ഉണ്ട്, പിടിച്ചോ. ഇതിനല്ലയോ വന്നേ? പിടിച്ചോ. പക്ഷെ നിനക്ക് തരത്തില്ലെന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനല്ലയോ? വായിച്ചോ, അടുത്ത വാക്യം വായിച്ചോ. എഴുന്നേറ്റ് മക്കളെ. അപ്പം ഉണ്ട്, പക്ഷെ നിനക്ക് തരത്തില്ല എന്നുള്ളതിന്റെ പക്കാ ടോൺ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് നന്നല്ല. യേശുവിന്റെ രണ്ടാം പ്രതികരണമാ. അവളുടെ ഒന്നാം പ്രതികരണം എന്തുവായിരുന്നു? അവളുടെ ഒന്നാം പ്രതികരണം എംബോസിഷൻ എഴുതി നിങ്ങൾ മാടുക്കും കേട്ടോ. അവളുടെ ഒന്നാം പ്രതികരണം എന്തുവായിരുന്നു? നിലവിളിച്ചു. നിലവിളിച്ചു. അപ്പൊ യേശുവിന്റെ പ്രതികരണം എന്നായിരുന്നു? മിണ്ടിയില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അതിനോട് ചേർന്ന് വന്നേ. പക്ഷെ അപ്പോഴത്തേക്ക് ആശീർവാദത്തിന്റെ സമയമായി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. മിണ്ടിയില്ല. ഹീസ് എ സൈലന്റ്. അപ്പോൾ അവൾ എന്തോ ചെയ്തു? രണ്ടാം പ്രതികരണം അവള്
ആരാധിച്ചു, വർഷിപ്പ്, പ്രൊസ്കോനിയോ. അപ്പോൾ യേശു എന്തോ പ്രതികരിച്ചേ? അപ്പോൾ ഉണ്ട്, പക്ഷെ നിനക്ക് എന്ത് ചെയ്യത്തില്ല? തരത്തില്ല. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് തരത്തില്ല. അപ്പം ഞാനിവളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ചോദിച്ചേ പ്രാർത്ഥനയിൽ, നാണക്കേടായല്ലേ? നിനക്ക് നാണക്കേടായെന്നൊന്നല്ല, കനാനി സ്ത്രീക്ക് നാണക്കേടായല്ലേ? ഇൻസൾട്ടായല്ലേ? അവൾ പറഞ്ഞു ഇൻസൾട്ട് ആയില്ല പാസ്റ്ററെ. ഞാൻ ചോദിച്ചു അതെന്താ? ഇത്രയും പബ്ലിക്കായ ഒരു സ്ഥലത്ത് എല്ലാവരുടെയും മുമ്പേ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ, പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നവർ നിൽക്കുമ്പോൾ, ഇങ്ങനെ മുട്ടൊക്കെ മടക്കി കുമ്പിട്ട് ആരാച്ചിട്ടും നായ്ക്കുട്ടി അതൊക്കെ വിളിച്ചപ്പോൾ ഇൻസൾട്ട് ആയില്ലേ? അവൾ പറഞ്ഞു ഇൻസൾട്ട് ആയില്ല. ഇൻസൾട്ട് ആയില്ലെന്ന് മാത്രമല്ല, ഞാൻ അവനെ ആരാധിക്കുക. ഞാൻ ചോദിച്ചു എൻ്റെ ആൻറ്റി നെയ്മേ സ്തോത്ര അത്ഭുതം വല്ലതും കിട്ടിയോ? ആൻറ്റി പറഞ്ഞു അത്ഭുതമൊന്നും കിട്ടിയില്ല. പിന്നെ എന്തിനെ ആരാധിക്കുന്നേ? അപ്പോൾ ഈ കനാനി സ്ത്രീ നമ്മളോട്, എസ്പെഷ്യലി മലയാളികളായി നമ്മളോട് ചോദിച്ചേ അതെന്താ പാസ്റ്റർ അങ്ങനെ ചോദിച്ചേ? ഞാൻ പറഞ്ഞല്ല, മലയാളികളായി ഞങ്ങൾ ആരാധിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം കിട്ടണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സത്യമാണോ? ഒരു നല്ല ഉദാഹരണം പറയാം. ഒറ്റ സെക്കൻഡ് പോയിരിക്കണടാ, ഇപ്പം വിളിക്കാം കേട്ടോ. എന്നിട്ടേ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ചർച്ചിനകത്ത് ഒരു ആൻറ്റി സാക്ഷ്യം പറയുക. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിലെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു, ക്യാൻസറാണെന്ന് മനസ്സിലായി. അപ്പം നമ്മളെ ഇടയിൽ ഒരു ബിഗ് സൈലന്റ് ഫീൽ ചെയ്യുമോ അല്ലയോ? അതോ ആരെങ്കിലും കൈയടിച്ചതിന് കർത്താവേ സ്തോത്രം, കുറേ നാളുകൊണ്ട് പ്രാർത്ഥിക്കുക ആൻറ്റിക്ക് ക്യാൻസർ കൊടുത്ത ദൈവത്തിന് നമ്മൾ പറയുമോ? നമ്മളുടെ ഒരു ബിഗ് സൈലന്റ് ഫീൽ ചെയ്യും. റൈറ്റ്? ശരിയാണോ? സ്തോത്രം. ഇനി ഇച്ചിരി കൂടെ നല്ലൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ പാസ്റ്ററിൻ്റെ മകൻ, പ്രിയ സ്നേഹിത അച്ഛൻ സാമുൽ അച്ഛൻ ഇവിടെ ഇന്ന് അനൗൺസ്മെന്റ് നടക്കുകയാണ്. അപ്പം അച്ഛനൊരു 5 ലക്ഷം രൂപ കടഭാരം ഉണ്ടെന്നിരിക്കട്ടെ. 5 ലക്ഷം ഉദാഹരണമാണ്, ദൂതൊന്നുമല്ല. അദ്ദേഹത്തെ കണ്ടിട്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിലും മുഖത്ത് കാണിക്കൂല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അത് പാസ്റ്റർമാർക്ക് മാത്രമുള്ള ഗുണങ്ങളിലൊന്ന. തലയ്ക്ക് മുകളിലുള്ള ആയിരക്കണക്കിന് വിഷയം പാസ് ചെയ്താലും അവർ ചിരിച്ചോണ്ട് നിൽക്കും. സ്തോത്രം. ഞാൻ ചിന്തിക്കും അതിൻ്റെ കാരണം എന്നാന്ന്. അതിനൊറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയാമോ? ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ എനിക്ക് 5 ലക്ഷം രൂപ കടഭാരം ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ നാളെ പുതുതായിട്ട് ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് ഒരു പുതിയ ആൻറ്റി കയറി വരിക. പേര് ശ്രീദേവി ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഈ ആൻറ്റി ഞങ്ങളുടെ ചർച്ചിനകത്ത് വന്നിട്ട് പറയാം, പാസ്റ്റേ എനിക്കാണെങ്കിലേ ഒരു 3 ലക്ഷം രൂപയുടെ കടഭാരമുണ്ട്. പാസ്റ്റർ സഭ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് എനിക്കറിയാം. ഇനി ഞാൻ ഇവിടെ ആരാധിക്കാൻ വരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ആൻറ്റിയോട് പറയാമെന്നിരിക്കട്ടെ, എൻ്റെ പൊന്നെ ശ്രീദേവി ആൻറ്റി, നിങ്ങൾക്ക് 3 ലക്ഷം അല്ലേ ഉള്ളൂ. ആമൻ പാസ്റ്ററായി ഞാൻ 5 ലക്ഷത്തിൽ മുങ്ങി നിൽക്കുക. ആൻറ്റി എനിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണേന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച ഈ ആൻറ്റി ഞങ്ങളുടെ ചർച്ചയിൽ വരുമോ? ഇല്ല. അപ്പോൾ ഭാരം ഉണ്ടായാലും പാസ്റ്റർമാർ മുഖത്ത് കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? വിഷയമില്ലാത്തതുകൊണ്ടല്ല, സഭ ചഞ്ചലിക്കാൻ പാടില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഉദാഹരണം പറയാം. സാമൂൽ അച്ഛൻ 5 ലക്ഷം രൂപ കടഭാരം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അച്ഛൻ്റെ കടഭാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ചെയ്യാം. നാളെ രാവിലത്തെ സഭായോഗത്തിൽ അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണെന്നിരിക്കട്ടെ. പ്രിയരെ, നിങ്ങൾക്കറിയാലോ എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപ കടഭാരം ഉള്ളത്. പക്ഷേ ഇന്നലെ രാത്രി അഭിമന്യു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ആരോ നന്മയിട്ടു. ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ 5 ലക്ഷം രൂപ ആരോ എനിക്ക് ഇട്ടിരിക്കുകയാണ് എന്നൊരു സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇരിപ്പ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളെ കൊട്ടാരക്കരക്കാരാണെങ്കിൽ കസേരയും തല്ലിപ്പൊട്ടിച്ച് പായും വലിച്ചേറി ആരാധിക്കും. കാര്യം എന്നറിയാമോ? ഒറ്റ രാത്രി കൊണ്ട് 5 ലക്ഷം മാറ്റി ഒതുങ്ങി. എൻ്റെ കർത്താവ് നീ എന്തോ അത്ഭുതങ്ങൾ ചെയ്യുക. ഞാനാന്നേ പറയും ഇങ്ങോട്ടൊഴുകട്ടെ അഭിഷേകം, ഞാനും പറയും സ്തോത്രം. അപ്പോൾ നമ്മൾ ഭയങ്കര ആരാധനയും ബഹളവും ശക്തിയും സന്തോഷവും, കാരണം യേശു അത്ഭുതം ചെയ്തു. ഇനി ആ സാക്ഷി ഞാൻ തിരിച്ചു പറയാം. ശ്രദ്ധിച്ചോ? സാമൂൽ അച്ഛൻ കയറി അനൗൺസ്മെന്റ് നടക്കുക. പ്രിയരെ, നിങ്ങൾക്കറിയാലോ എനിക്ക് 5 ലക്ഷം രൂപ കടഭാരമുള്ളത്. എന്നാൽ പ്രത്യേക ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് 1 ലക്ഷം രൂപ കൂടെ കടം മേടിക്കേണ്ടി വന്നു. ഇപ്പോൾ ബാധ്യത എത്ര? 6 ലക്ഷം എന്നൊരു സാക്ഷ്യമാണ് നാളെ രാവിലെ പറയുമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ സത്യസന്ധമായിട്ട് പറ. ആരെങ്കിലും കൈയടിച്ചിട്ട് പറയോ, അന്യഭാഷ പറഞ്ഞിട്ട് എൻ്റെ കർത്താവേ എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പാസ്റ്ററുടെ കടഭാരം കൂട്ടണേന്ന്. കർത്താവേ 1 ലക്ഷം കൂടെ കൂട്ടിയതിനായി സ്തോത്രം നമ്മൾ പറയുക വെച്ചാ. അങ്ങനെ ആരെങ്കിലും അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ആരാച്ച് സ്തോത്രം പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ വട്ടമിട്ട് പുള്ളിയെ നോക്കും. പുള്ളിക്ക് പണ്ടേ ഭ്രാന്തായിരുന്നു, അത് ഇപ്പോഴും കാണും. അതെന്താ? എൻ്റെ സഹോദര, കടഭാരം കുറഞ്ഞെന്നല്ല പറഞ്ഞത്, കൂടിയെന്നാണ് പറഞ്ഞത്. അപ്പം കൂടിയെന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ പാടില്ല. ഇത് മലയാളികളായ നമ്മുടെ അകത്തുള്ളൊരു സിസ്റ്റമാണ്. ഇന്ന് രാത്രി ഞാൻ ആ ദൂതിനെ തിരിച്ചു പറയാം. കനാനി സ്ത്രീ എടുത്ത് ഞാൻ ചോദിക്കുക, എന്തിനാ ആരാധിക്കുന്നേ? അത്ഭുതം കിട്ടിയോ? അവൾ പറയാം അത്ഭുതം കിട്ടിയില്ലെന്ന് മാത്രമല്ല, യേശു ഒന്നും മിണ്ടിയിട്ട് പോലും ഇല്ല. മിണ്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അവൻ വായി തുറന്നപ്പോൾ എന്നെ നായ്ക്കുട്ടി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. എന്നിട്ടും എന്തിനാ നീ ആരാധിക്കുന്നേ? അപ്പം കനാനി സ്ത്രീ പറയുക, അത്ഭുതം കിട്ടുന്നത് കൊണ്ടല്ല ഞാൻ ആരാധിക്കുന്നേ, അവൻ അത്ഭുതം മന്ത്രിയാകുന്നത് കൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നേ. ആമേൻ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവി പറയട്ടെ, ഈ രാത്രിയിൽ കടഭാരം മാറുമ്പോൾ മാത്രം ആരാധിക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടുന്നേ. രോഗശാന്തി കിട്ടുമ്പോൾ മാത്രം ആരാധിക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടുന്നത്. അത്ഭുതം നടക്കുമ്പോൾ മാത്രം പെന്തക്കോസി പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്നവനെ അല്ല യേശുവിന് വേണ്ട. നിനക്കൊരു അത്ഭുതം ഇല്ലാതിരിക്കുമ്പോഴും അവൻ അത്ഭുത മന്ത്രിയാന്ന് മനസ്സിലാക്കി അവനെ ആരാധിക്കാൻ മനസ്സുള്ള ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്. അവരെ നോക്കി ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ച് പറയാം, യേശുവിന്റെ നാമത്തിൽ നീ നിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഇന്ന് രാത്രിയിൽ ആരാധിക്കും. ഉടരബലബലബ ശന്തനം ദാനഗസ്തനം ശമാനഗസ്തനം ദേനഗസി ഹത്തനെ ധിയാതനെ
രക്തം ജയം, രക്തം ജയം, രക്തം ജയം. എല്ലാ കരങ്ങളും ചേർത്ത് അല്പസമയങ്ങൾ ആരാധനയ്ക്ക് യോഗ്യനെ ഒന്ന് ആരാധിച്ചോ. ഈ 5 ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം വന്നു കാണത്തില്ല. ഈ 5 ദിനരാത്രങ്ങൾ നിങ്ങളുടെ കടഭാരം മാറി കാണത്തില്ല. ഈ 5 ദിനരാത്രങ്ങൾ നിങ്ങളുടെ ലോണിന്റെ വിഷയം അടഞ്ഞു കാണത്തില്ല. ഈ 5 ദിനരാത്രങ്ങൾ നിങ്ങൾക്ക് സൗഖ്യം കെട്ടിക്കാണത്തില്ല. ഈ 6ാമത്തെ രാത്രി ഇരിക്കുമ്പോഴും യേശു ഒന്നും മിണ്ടിക്കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറ, എന്റെ യേശു ഒന്നും മിണ്ടിയില്ലെങ്കിലും അവൻ അത്ഭുത മന്ത്രിയ, അവൻ അത്ഭുത മന്ത്രിയ. ഇന്ന് രാത്രി ആ ഫെയ്ത്ത് ഈ ചർച്ചിനകത്ത് വാഴട്ടെ, ആ ഫെയ്ത്ത് ഈ സഭയ്ക്കകത്ത് വാഴട്ടച്ച. അങ്ങനെയുള്ള ചിലത് ഈ ചർച്ചിനകത്തുണ്ടെങ്കിൽ അവര് വിശ്വാസം തള്ളിപ്പറയത്തില്ല. അത്ഭുതം ഇല്ലാതിരിക്കുമ്പോഴും അവർ യോഗത്തിൽ വരൂ, അത്ഭുതം ഇല്ലാതിരിക്കുമ്പോഴും അവർ ആരാധിക്കൂ. അങ്ങനെയുള്ള കുറെ പേർ ഈ സഭയിൽ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി കിട്ടുമ്പോൾ മാത്രം ആരാധിക്കുന്നവനെ അല്ല, ദൈവത്തിന് വേണ്ടുന്നത് അത്ഭുതം ഇല്ലാതിരിക്കുമ്പോഴും കനാന്യ സ്ത്രീയെ പോലെ ആരാധിക്കുന്ന ചിലത് യേശുവിന്റെ നാമത്തില് ഉറപ്പിന്ന് രാത്രി അകത്ത് കിട്ടട്ടെ, ഉറപ്പിന്ന് രാത്രി അകത്ത് കിട്ടട്ടെ. അത്ഭുതത്തിന് 2 വഴികളുണ്ട്, അത്ഭുതത്തിന് 2 ശിഷ്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ ആ കടഭാരം മാറി യേശു അത്ഭുതം ചെയ്യൂ, അല്ലെ ആ കടഭാരത്തെ നിൽക്കാൻ നിന്റെ മേലിൽ കൃപ തന്ന് യേശു അത്ഭുതം ചെയ്യും. 2 അത്ഭുതത്തിന്റെ വഴി ഇന്ന് രാത്രി ഞാൻ തുറന്നു തരാം. ഒന്ന്, രോഗശാന്തി തന്ന് യേശു നിനക്ക് അത്ഭുതം ചെയ്യും. അല്ലെ ആ രോഗം അഴിഞ്ഞില്ലെങ്കിലും ആ രോഗത്തെ ചുമക്കാനുള്ളൊരു കൃപ നിന്റെ മേൽ തന്ന് യേശു നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. യെസ് യെസ് യെസ്. ആ വാക്കിൽ ഇന്ന് രാത്രി ചിലര് ബലപ്പെടുമവിനായി സ്തോത്രം. പെന്തക്കോസ് എന്ന് പറയുന്നത് എല്ലാ ഭാരത്തെ എടുത്തു കളയുന്നതൊന്നുമല്ല, ചില ഭാരങ്ങളെ ചുമക്കാൻ ഒരു കൃപ തരുന്നത് കൂടെ പെന്തക്കോസിന്റെ അഭിഷേകമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ കവണ് വീണ് കിടന്ന് പ്രാർത്ഥിച്ചിട്ടോ അത്ഭുതമില്ലാത്ത വിഷയം ഉണ്ടെങ്കിൽ അട്ടഹസിച്ചിരിക്കുന്ന പൈശാചിക ശക്തിയോട് ഇന്ന് രാത്രി പറ, അത്ഭുതം നടക്കുമ്പോൾ മാത്രമല്ല പിശാചെ ഞാൻ അവനെ ആരാധിക്കുന്നത്, അത്ഭുതം ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അവനെ ആരാധിക്കൂ. നിന്ന മാറിയാലും ഇല്ലേലും ഞാൻ അവനെ ആരാധിക്കൂ. കടഭാരം മാറിയാലും ഇല്ലേലും ഞാൻ അവനെ ആരാധിക്കൂ. ഒരു വലിയ ഉറപ്പിന്ന് രാത്രി അകത്തു വാഴട്ടെ. ഉപവാസത്തിന്റെ 1ാമത്തെ രാത്രി ഇരുന്നപ്പോ നിന്റെ മനസ്സിനകത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു, രാത്രി എത്തുന്നതിനേക്കാൾ മുമ്പ് യേശു എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന്. പക്ഷെ ഈ 6ാമത്തെ രാത്രിയിലും പ്രത്യക്ഷത്തിലൊന്നും നീ കണ്ടില്ലേലും ഭാരം വേണ്ട, കാരണം അത്ഭുതത്തിന്റെ ലെവലുകൾ വ്യത്യസ്തമാണ്. ഓ രക്തം ശയ്യം, 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 രക്തം ശയ്യം. പറ, വീട് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അവനെ ആരാധിക്കും. കല്യാണം നടന്നാലും ഇല്ലേലും ഞാൻ അവനെ ആരാധിക്കും. ജോലി കിട്ടിയാലും ഇല്ലേലും ഞാൻ അവനെ ആരാധിക്കും. ഇതൊരു വെളിപ്പാടായിരിക്കട്ടെ. ഇന്ന് രാത്രി ആ വെളിപ്പാട് ഈ ചർച്ചിന്മേൽ വാഴട്ടെ. അങ്ങനെയുള്ള കുറെ എണ്ണത്തെ നമ്മുടെ ചർച്ചി കർത്താവിന് വേണം അച്ഛാ. അങ്ങനെയുള്ള കുറെ പേർ ഈ തലമുറയിൽ യേശുവിന് വേണം. ഇന്ന് രാത്രി ഞാൻ ആ സംസാരം, ആ വെളിപ്പാട് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചിലർക്കെങ്കിലും ആ റെവലേഷനകത്തേക്ക് കയറാൻ ഇന്ന് രാത്രി താല്പര്യമുണ്ടോ? അത്ഭുതം നടന്നാലും ഇല്ലേലും ഞങ്ങൾ അവനെ ആരാധിക്കും പാസ്റ്ററേ. ആമേൻ. കാരണം എൻ്റെ യേശു അവൻ ആരാധനയ്ക്ക് യോഗ്യനാകുന്നത് കൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നേ. കടഭാരം മാറത്തില്ലെന്നല്ല, മാറും. നിന്ന മാറത്തില്ലെന്നല്ല, മാറും. ഇൻ കേസ് അത് മാറിയില്ലേലും രോഗശാന്തി നടന്നില്ലേലും ഞാൻ അവനെ എല്ലാ ആഴ്ചയിലും ആരാധിക്കും. ഒരു മീറ്റിംഗ് പോലും ഞാൻ മുടക്കത്തില്ല, ഒരു യോഗം പോലും ഞാൻ മിസ്സാക്കത്തില്ല. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, അത്ഭുതം നടക്കുമ്പോൾ മാത്രം യോഗത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നവരെ. ഈ ചർച്ച അങ്ങനെ ആയിരിക്കരുത്. അത്ഭുതം നടന്നാലും ഇല്ലേലും നീ യേശുവിനെ ആരാധിക്കണം. കാരണം നിന്റെ ലൈഫ് ഈ ഭൂമി കൊണ്ട് തീരുന്നതല്ല, നിന്റെ ജീവിതം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. നിത്യതയുടെ തുറമുഖത്തിൽ നീ അവനെ കണ്ടാരാധിക്കേണ്ടവനാണ്. രക്തം ശയ്യം, 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 രക്തം ശയ്യം. യൗവനക്കാരൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും മക്കളെ, എന്ത് കിട്ടിയാലും ഇല്ലേലും ഞാൻ അവനെ ആരാധിക്കും. Lord, the Holy Spirit, യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അത്ഭുതമില്ല ഈ സ്ത്രീക്ക്, പക്ഷേ അവൾ അവനെ ആരാധിച്ചു. ആരാധിച്ചപ്പോൾ ആമേൻ സ്തോത്രം, ആരാധിച്ചപ്പോൾ യേശു പറയാ, അപ്പം ഉണ്ട് പക്ഷെ നിനക്ക് തരത്തില്ല. ഞാൻ ഇവളോട് ചോദിച്ചു, നാണക്കേടായോ? അവൾ പറഞ്ഞു, നാണക്കേടാകില്ല. ഞാൻ ചോദിച്ചു, അന്നെ നാണക്കേടാവാഞ്ഞേ? അവൾ പറയാ, പാസ്റ്ററേ ഈ വാക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ പാസ്റ്ററേ, ഞാൻ അവനോട് നിലവിളിച്ചപ്പോൾ അവനൊന്നും മിണ്ടിയില്ല പാസ്റ്ററേ. പക്ഷെ ഞാൻ ആരാധിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അപ്പം ഉണ്ട്, അപ്പം ഉണ്ട്, എൻ്റെ കയ്യിൽ അപ്പം ഇരിപ്പുണ്ട്, പക്ഷേ
നിനക്ക് തരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അത് അത്ഭുതമല്ലല്ലോ. അവൾ പറഞ്ഞു അത് അത്ഭുതമല്ല, പക്ഷേ എൻ്റെ അത്ഭുതത്തിൻ്റെ അപ്പം അവൻ്റെ കയ്യിലുണ്ടല്ലോ, ഉണ്ടെങ്കിൽ ഞാനത് മേടിച്ചോണ്ടേ പോകുന്നുള്ളെന്ന്. എനിക്ക് എൻ്റെ യേശു വിടുതൽ തരാൻ പ്രാപ്തിയുള്ളവനാണല്ലോ, ആണെങ്കിൽ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ പോകുന്നുള്ളെന്ന്. നിലവിളിച്ചിട്ടും ഞാൻ അപ്പം കണ്ടില്ല, പക്ഷെ ആരാധിച്ചപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം ഞാൻ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് വിടുവിക്കാനുള്ള അപ്പം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ മക്കൾക്കുള്ളതാ, നിനക്ക് തരാൻ പറ്റത്തില്ല. അവൾ പറഞ്ഞു, മക്കൾക്കുള്ളതാണെങ്കിലും നായ്ക്കുട്ടികൾക്കുള്ളതാണെങ്കിലും അത് ഇന്ന് രാത്രി ഞാൻ മേടിച്ചോണ്ടേ പോകുന്നുള്ളെന്ന്. വാശി പുറത്ത് ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ചിലതുണ്ട്. ഈ അവസാന മിനിറ്റിൽ ഒരു അത്ഭുതം കണ്ടേ ഞാൻ പോകത്തോളെന്ന് പറയുന്ന ചിലത്. ചലിക്കട്ടെ. അവൻ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണെങ്കിൽ, അവൻ എന്നെ വിടുവിക്കാൻ ശക്തിയുള്ളവനാണെങ്കിൽ, അവന്റെ കയ്യിൽ നിന്ന് ഇന്ന് രാത്രി ഞാനത് മേടിച്ചോണ്ടേ പോകുന്നോളെന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ള ചിലവ്. ഉറപ്പിച്ച് ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്റെ അത്ഭുതത്തിന്റെ അപ്പം അവന്റെ കയ്യിലുണ്ട്, നിന്റെ വിഷയത്തിന്റെ വിടുതൽ അവന്റെ കയ്യിലുണ്ട്. അത് മനുഷ്യന്റെ കയ്യിലില്ല അച്ഛാ, പക്ഷെ അത് യേശുവിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി അഭിഷേകമുള്ള ചിലതെങ്കിലും പറ, അത് മേടിച്ചോണ്ടേ ഞാൻ പോകുന്നുള്ളൂ, അത് മേടിച്ചോണ്ടേ ഞാൻ പോകുന്നുള്ളൂ, അത് മേടിച്ചോണ്ടേ ഞാൻ പോകുന്നുള്ളൂ. ആമേൻ. അവൾ പറഞ്ഞു, യേശു പറഞ്ഞു, അപ്പം കൊണ്ട് തരാൻ പറ്റത്തില്ല. അപ്പം തരണമെങ്കിൽ ഒരു ക്ലോസ് വെക്കാം. എന്താ ക്ലോസ്? നീ മകളായിട്ട് വരണം, മക്കൾക്കുള്ളത് അപ്പം. നീ ഇപ്പം നായ്ക്കുട്ടിയ. ആക്ഷേപത്തിന്റെ നടുവിൽ അവൾ മകളാകാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. അവൾ മകളാകാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. 28-ാമത്തെ വാക്യം വായിച്ചോ മോനെ. അവളുടെ 3-ാമത്തെ പ്രതികരണം അവിടെയുണ്ട്. 28-ാമത്തെ വാക്യം, സ്ത്രീയേ നിന്റെ വിശ്വാസം. അപ്പൊ 3-ാമത് അവൾ എന്തുവാ പ്രതികരിച്ചേ? അവളെ പ്രതികരണം എന്തുവായിരുന്നു അച്ഛാ? സ്ത്രീയേ നിന്റെ. അപ്പൊ 3-ാമത്തെ അവളെ പ്രതികരണം എന്തുവായിരുന്നു? അവൾ എന്തോ ചെയ്തെന്നാ? പറ, എന്തോ ചെയ്തെന്നാ? കിട്ടുന്നുണ്ടോ? ഇല്ല. അവൾ എന്തോ ചെയ്തെന്നാ? വിശ്വസിച്ചു. എന്നാ? വിശ്വസിച്ചു. ഇനി ഞാനൊരു ഫോർമുല പറയട്ടെ, എന്നെ നോക്കിയേ. ഒരു ഫോർമുല പറയാം. 1, നിലവിളിയുടെ ശബ്ദം, അത് പ്രാർത്ഥനയെ കാണിക്കുന്നതാ, പ്ലസ് ആരാധനയുടെ അഭിഷേകം. 3, വിശ്വാസത്തിന്റെ അളവ്. ഈക്വൽ ടു ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കലവറ. അത്ഭുതത്തിന് ഒരു കുറുക്കു വഴിയില്ല. നിന്റെ കണ്ണുനീരിന്റെ നിലവിളി, നിന്റെ ആരാധനയുടെ അഭിഷേകം, നിന്റെ വിശ്വാസത്തിന്റെ അളവ്, ഇത് 3ഉം കൂടെ ചേരുമ്പോൾ നിന്റെ തലമുറയുടെ വിഷയത്തിന്റെ കട്ടടിക്കുന്നൊരു മറക്കൽ. നിന്റെ വിലവിളിയുടെ ശബ്ദവും നിന്റെ ആരാധനയുടെ അഭിഷേകം നിന്റെ വിശ്വാസത്തിന്റെ അളവും തമ്മിൽ ചേർന്നാൽ അതൊരു അത്ഭുതത്തിന്റെ മഹത്വമായി മാറും. എത്രയോ പ്രാവശ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു ദൂതാതാ, എത്രയോ പ്രാവശ്യം ഞാൻ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാ. എപ്പോഴെല്ലാം യേശുവിന്റെ പാദത്തിൽ നിലവിളിച്ചിട്ടുണ്ടോ, എപ്പോഴെല്ലാം യേശുവിന്റെ പാദത്തിൽ ആരാധിച്ചിട്ടുണ്ടോ, എപ്പോഴെല്ലാം യേശുവിന്റെ പാദത്തിൽ ഇരുന്ന് വിശ്വസിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം യേശു എനിക്ക് വേണ്ടി അത്ഭുതം തുറന്നിട്ടുണ്ട്. ചേർന്ന് ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവസാനത്തെ മിനിറ്റുകൾ ആ ദൂതിനകത്ത് ഇന്ന് രാത്രി കയറി നിൽക്കുന്ന ആരാണ്ടൊക്കെ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. പരിശുദ്ധ പറയുന്നു, നിലവിളി നിർത്തണ്ട, ആരാധന നിർത്തണ്ട, വിശ്വാസം കുറയ്ക്കണ്ട. രക്തം ശയ്യം, 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 രക്തം ശയ്യം. ചിലർ ചോദിക്കുന്നു, എന്തിനാ ഭാഷ ഇങ്ങനെ കിടന്ന് കൈയടിക്കുന്നത്? ചിലർ ചോദിക്കുന്നു, എന്തിനാ ഭാഷ ഇവർ ഇങ്ങനെ കിടന്ന് നിലവിളിച്ച് ആരാധിക്കുന്നത്? ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുക. ഇനിയും ചില മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോ ഈ കടശി രാത്രിയിൽ നിലവിളിച്ച് ആരാധിച്ച് വിശ്വസിച്ച് എന്റെ വീട്ടിലൊരു അത്ഭുതം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചിലതുണ്ട് അച്ഛാ. അഴിഞ്ഞു മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ചിലതുണ്ട്. കല്ലുരുട്ട് വെച്ച വിഷയം ഉരുണ്ടു മാറണമെന്ന് പറയുന്ന ചിലതുണ്ട്. യേശുവിന്റെ നാമത്തിൽ പാറ പോലുള്ളത് ഉടഞ്ഞു മാറണമെന്ന് പറയുന്ന ചിലതുണ്ട്. സർപ്പശക്തിയുള്ള കെട്ടഴിയണമെന്ന് പറയുന്ന ചിലതുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരു മിറക്കൽ നടക്കണമെന്ന് പറയുന്ന ചിലതുണ്ട്. തലമുറയ്ക്ക് വേണ്ടി ഒരു വാതിൽ ചലിക്കണമെന്ന് പറയുന്ന ചിലതുണ്ട്. അവരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ നിലവിളി, നിന്റെ ആരാധന, നിന്റെ വിശ്വാസം ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മനസ്സിലാകുന്നോ? നിലവിളി, ആരാധന, വിശ്വാസം. നിലവിളി, ആരാധന, വിശ്വാസം. ഈ ഈക്വൽ ടു ദൈവത്തിന്റെ അത്ഭുതം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. 3 കാര്യങ്ങൾ നടന്നപ്പോൾ യേശു പറയുക, 3-ാമത്തെ വിശ്വാസം കൂടെ പ്രകടമായപ്പോൾ യേശു പറയുക, നിന്റെ സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. കൊച്ചിന് മാത്രം വിടുതലെന്നല്ല, നിനക്ക് ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ എന്ന് വെച്ചാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ മനസ്സിൽ എന്തെല്ലാം ഇഷ്ടമാണോ
ആഗ്രഹം. തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിയുന്ന യേശു നിനക്ക് എന്തെല്ലാം താല്പര്യമാണോ അതെല്ലാം നടക്കട്ടെ. നിലവിളിച്ച് ആരാധിച്ച് വിശ്വസിച്ചാൽ ഒരു വിഷയത്തിൻ്റെ കെട്ടല്ല അഴിയുന്നത്, ഒരുമിച്ച് ഒരു പറ്റം വിഷയത്തിൻ്റെ കെട്ടുകളെ സ്വർഗം അടിച്ചു മാറ്റിയിരിക്കും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അതും കൂടെ പറയാനുള്ള സമയം നമുക്ക് കിട്ടുള്ളൂ. അതും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. 3 കാര്യങ്ങൾ ചെയ്തപ്പോൾ യേശു പറയുന്നു വിശ്വാസം വലിയതാ, നടക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്താതെ അവസാനത്തൊരു വാക്കും കൂടെ യേശു പറഞ്ഞു. ആ വാക്ക് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എനിക്കൊന്നു ആ ഒരു പദം മാത്രം അറൗണ്ട് ഒരു 1 അവർ നിന്ന് സംസാരിക്കാനുള്ള റെവലേഷൻ, ലാസ്റ്റ് വേർഡ് ഏകദേശം 1 മണിക്കൂർ നിന്ന് സംസാരിക്കാനുള്ള റെവലേഷൻ അതിനകത്തുണ്ട്. ആ വാക്കും കൂടെ ഒന്ന് വായിച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ ഈ യോഗം വൈൻഡപ്പ് ചെയ്യും. വായിച്ചോ മക്കളെ? നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞ് ലാസ്റ്റ് വാക്ക് എന്തുവാ? എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ. പോരെ ഉറക്കെ വായിച്ചേ. ആ നാഴിക മുതൽ, അതൊരു പെർഫെക്റ്റ് വേണാച്ചാ. എത്ര ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും തീരാത്തൊരു റെവലേഷന്റെ നിറകുടമാ വാക്ക്. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക്. ഇനി ഞാനൊരു കൊച്ചു കാര്യം നിങ്ങളോട് പറയാം. എന്നെ ശ്രദ്ധിച്ചു. ആ വാക്കിൻ്റെ എല്ലാ മേഖലയും തോന്നുന്നു. ഒരു കാര്യം എന്നെ നോക്കിക്കേ. ഇപ്പം ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ അതിന് മറുപടി എന്നോട് പറഞ്ഞു തരണം കേട്ടോ. വേദപുസ്തകം പഠിച്ചാൽ, ബൈബിള് പഠിച്ചാൽ, പെന്തക്കോസിൻ്റെ അനുഭവം പഠിച്ചാൽ യേശു തൻ്റെ നാഴികയിലെ അത്ഭുതം ചെയ്യത്തുള്ളൂ. ശരിയാണോ? ആണോ? തെളിവെന്തുവാ? കാനാവിലെ കല്യാണ വീടിനകത്ത് അമ്മയായ മറിയ വന്ന് പറഞ്ഞു യേശുവിനെ അത്ഭുതം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ യേശു എന്നാ പറഞ്ഞത്? നാഴിക എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ട്. അപ്പം നാഴിക വന്നാൽ യേശു അത്ഭുതം ചെയ്യും. ശരിയല്ലേ? അല്ലെങ്കിൽ നാഴിക വന്നാലേ യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റത്തോളൂ. 2 സമയം ഞാൻ പറയാം. മനുഷ്യൻ്റെ സമയം, ദൈവത്തിൻ്റെ സമയം. മനുഷ്യൻ്റെ നാഴിക, ദൈവത്തിൻ്റെ നാഴിക. ആലയത്തിനകത്ത് സെക്രിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ആ മനുഷ്യനോട് ദൂതം വന്ന് പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പൊ സിക്കറിയാവ് ചോദിക്കുന്നത് ഞാനാണോ, എന്നെ കൊണ്ടാണോ? അതെന്താ? പ്രായം വന്നല്ലോ, ശരീരത്തിന്റെ പുത്രോത്പാദനത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടല്ലോ, ശിരസിനകത്ത് നരബാധിച്ചല്ലോ, ശരീരം ചുക്കിച്ചുളിഞ്ഞല്ലോ, പ്രായാധിക്യത്തിലാണല്ലോ. ആമേൻ, സ്തോത്രം. അപ്പൊ എൻ്റെ ഒരു ഭാവന ഞാൻ പറയാം. അവിടെ ഇല്ല വാക്യം. എൻ്റെ ഒരു ഭാവന ഞാൻ പറയാം. ദൂതം മനസ്സിൽ ചിന്തിച്ചു കാണുമായിരിക്കും, എടോ സെക്രിയാവേ, നിന്റെ സമയമാ കഴിഞ്ഞ്, നിന്റെ കലണ്ടറിന്റെ ഡയറിക്കകത്തെ ഡേറ്റുകൾ അവസാനിച്ചതായി തോന്നുന്നത്. പക്ഷെ ദൈവത്തിന്റെ സമയം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, മനുഷ്യൻ്റെ ഒരു സമയമുണ്ട്. ഞങ്ങളെ പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ചില മമ്മിമാർ പറയും, പാസ്റ്റേ കൊച്ചിന് 33 വയസ്സായി പാസ്റ്റേ, ഇനിയൊരു കല്യാണം നടക്കത്തില്ല അല്ലയോ? അന്ന് പറയുമ്പോൾ ഞാൻ അവരോട് തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ മമ്മി, നിങ്ങളുടെ കലണ്ടറിൽ ആ കൊച്ചിന് 33 വയസ്സായേ, യേശുവിൻ്റെ സമയം വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ വിശ്വസിക്കണം. നമ്മുടെ സമയത്തല്ല, നമ്മുടെ നാഴികയിലല്ല. അർത്ഥം നാഴിക വന്നാലേ യേശു അത്ഭുതം ചെയ്യൂ. അപ്പോൾ അത്ഭുതത്തിനൊരു നാഴികയുണ്ട്. ചെറുതൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തൊരു വാക്ക്, മരണത്തിനൊരു നാഴികയുണ്ട്. ശരിയാണോ? മരണത്തിനൊരു നാഴികയുണ്ട്. കർത്താവിൻ്റെ ദാസൻ നിങ്ങളുടെ നാട്ടുകാരാണല്ലോ. സുരേഷ് ബാബു പാസ്റ്ററിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, വാക്തത്വമുള്ളവൻ്റെ മേൽ ബോംബ് എറിഞ്ഞാലും അവൻ ചാകത്തില്ല. അല്ല, വാക്തത്വം അല്ലാത്ത സമയമാണെങ്കിൽ കൊതുകടിച്ചാലും തീരും. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പം മരണത്തിനൊരു നാഴികയുണ്ട്. ശരിയാണോ? വാക്യേതാ? അവനെ പിടിക്കാൻ അവർ ശ്രമിച്ചു. യേശുവിനെ കുറിച്ച് കിടക്കുന്ന വാക്ക, അവനെ പിടിക്കാൻ. പക്ഷെ അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ അവർക്ക് അവൻ്റെ മേൽ കൈവെക്കാൻ പറ്റിയില്ല. അപ്പം മരണത്തിനൊരു നാഴികയുണ്ട്. ആമേൻ, സ്തോത്രം. അതേ, ജനനത്തിനൊരു നാഴികയുണ്ട്, അത്ഭുതത്തിനൊരു നാഴികയുണ്ട്. ഇത്രയും നിങ്ങൾ അംഗീകരിച്ചോ? അങ്ങനാണെങ്കിൽ എൻ്റെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോണം, എല്ലാവരും മറുപടി പറയണം. എൻ്റെ ചോദ്യം, ഇവിടെ കിടക്കുന്ന വാക്ക് പേടിച്ചിരിക്കുമെന്നോ? ചോദിക്കുന്നു ചോദിച്ച് പേടിയൊന്നും വേണ്ട കേട്ടോ. ആമേൻ, സ്തോത്രം. വേണ്ടേ? അങ്ങനാണെങ്കിൽ ഇവിടെ കിടക്കുന്ന നാഴിക, ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന് കിടക്കുന്ന നാഴിക ദൈവത്തിൻ്റെ നാഴികയായിരുന്നോ? അതെനിക്കറിയണ്ടേ. എന്തോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളെ റോബറ എന്തോ മോനെ, ദൈവത്തിൻ്റെ നാഴികയായിരുന്നോ? നാഴികയിലെ യേശു അത്ഭുതം ചെയ്യൂ, നാഴികയിലെ മരണം നടക്കൂ, നാഴികയിലെ ജനനങ്ങൾ നടക്കൂ. ദൈവത്തിൻ്റെ നാഴികയിലെ മറക്കൽ നടക്കത്തുള്ളൂ. അങ്ങനാണെങ്കിൽ യേശു പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ, ആ നാഴിക എന്ന് പറയുന്ന നാഴിക ദൈവത്തിൻ്റെ നാഴികയായിരുന്നോ? എന്തേലും പറ. ഓക്കെ, അവളുടെ നാഴിക. ഈ അച്ഛനോട് കൂടെ അംഗീകരിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി കാണിച്ചേ. അവളുടെ നാഴികയായിരുന്നെന്ന് ആരുമില്ല. അച്ഛൻ ഒറ്റപ്പെട്ടോ? അച്ഛാ ഇല്ല. 3-4 പേരുണ്ട് കേട്ടോ, 3-4 പേരുണ്ട്. ഇനി അല്ല, ഇത് ദൈവത്തിൻ്റെ, കാരണം ദൈവിക നാഴികയിലെ അത്ഭുതം നടക്കുള്ളൂ. ഇത് ദൈവത്തിൻ്റെ നാഴികയാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി കാണിച്ചേ. ഓക്കെ, അപ്പോൾ ആ കൈ ഉയർത്താത്ത ഗ്രൂപ്പ് ഏതി വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ലാതാനും. ഓക്കെ, മൈനോറിറ്റി പറയുന്നു, ഈ ചർച്ചിലെ മൈനോറിറ്റി പറയുന്നു അത് അവളുടെ നാഴികയായിരുന്നെന്ന്. എന്നാൽ മെജോറിറ്റി പറയുന്നു അല്ല, അത് ദൈവത്തിൻ്റെ നാഴികയായിരുന്നെന്ന്. ഞാൻ ഈ മൈനോറിറ്റിയുടെ കൂടെ നിൽക്കുക. സ്തോത്രം. എൻ്റെ അകത്ത് കത്തിയൊരു ചിന്ത ഞാൻ പറയാം. അത് യേശുവിൻ്റെ നാഴികയൊന്നുമല്ല.
യേശുവിൻ്റെ നാഴിക ആയിരുന്നെങ്കിൽ, ആ അച്ചാൻ പറഞ്ഞ കണക്ക് യമി സ്തോത്രം, അത് അവളുടെ നാഴികയാണ് കേട്ടോ. യേശുവിൻ്റെ നാഴിക ആയിരുന്നെങ്കിൽ ഇവൾ ആദ്യത്തെ നിലവിളിയിൽ യേശു അത്ഭുതം ചെയ്യുന്നതിനെ. ആദ്യത്തെ നിലവിളിയിൽ യേശു മിണ്ടിയില്ല. ഈ മിണ്ടാതിരിക്കുന്ന യേശുവിൻ്റെ രൂപം കണ്ടിട്ട് ഇവൾ തിരിച്ചു വീട്ടിൽ പോയായിരുന്നെങ്കിൽ ഇവൾക്ക് അത്ഭുതം കിട്ടുമോ? അല്ല, സ്തോത്രം, കിട്ടത്തില്ല. ദൈവത്തിൻ്റെ നാഴികയായിരുന്നെങ്കിൽ വീട്ടിൽ കിടക്കുന്ന അവളെ ഇവിടെ കൊണ്ടുവന്ന് യേശു അത്ഭുതം ചെയ്യും. പക്ഷേ ഇത് ദൈവത്തിൻ്റെ നാടി. ഇവൾ മകളായിട്ടില്ല, ഇവൾ പുത്രിയായിട്ടില്ല. ഇപ്പം യഹൂദന്മാർക്കുള്ള അപ്പോൾ യേശുവിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം അവളുടെ നാഴിക അല്ലാതിരുന്നിട്ടും അവൾ വിശ്വസിച്ച്, അവൾ നിലവിളിച്ച്, അവൾ ആരാധിച്ച്, അവൾക്കൊരു നാഴിക അവൾ ദൈവത്തെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഒരു സ്വോത്രം പറയാമോ? ഇനി നിങ്ങളുടെ വിഷയത്തിൻ്റെ കെട്ടഴിയുന്ന ഒറ്റ ദൂത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ നാഴിക അല്ലെങ്കിൽ പോലും നിന്റെ വിശ്വാസം ഭയങ്കരമാണെങ്കിൽ നിനക്ക് വേണ്ടി ഈ രാത്രി യേശു ഒരു അത്ഭുതം ചെയ്യും. ഞാൻ ഇനി അതിന് തെളിവ് പറയട്ടെ. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവമക്കൾ മിസ്രയീമിന്റെ കെട്ടഴിച്ച് വാഗ്ദത്ത നാട്ടിലോട്ട് പോയപ്പോൾ, മകളെ, മിസ്രയീം ടു വാഗ്ദത്ത നാട്, മിസ്രയീം ടു വാഗ്ദത്ത നാട്. പയ്യെ സ്ലോലി നടന്നാലും 8-9 ദിവസം കൊണ്ട് ഇവർക്ക് ഈ നാട്ടിലെത്താൻ പറ്റും. പയ്യെ നടന്നാലും 8-9 ദിവസം കൊണ്ട് ഇവർക്ക് വാഗ്ദത്ത നാട്ടിലെത്താൻ പറ്റും. പക്ഷെ ഇവർ എത്ര വർഷം എടുത്തു? ഒരു ജനം അവിശ്വസിച്ചപ്പോ 4, 5, 6, 8 ദിവസം കണ്ട് കിട്ടേണ്ട വാഗ്ദത്തത്തിന് 40 വർഷത്തെ ദൈർഘ്യം വന്നെങ്കിൽ, തിരിച്ചു ഞാനൊരു പദം പറയാം, 40 വർഷം അപ്പുറം കിടക്കുന്ന വാഗ്ദത്തം 4 ദിവസത്തിനകത്ത് നിനക്ക് കിട്ടണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കിട്ടുന്നുണ്ടോ? ആ, തെളിവർന്നും കൂടെ പറയണ്ടേ. സാധാരണ ഒരു ബദാമിൻ്റെ കൊമ്പ് പൂത്തു തളുത്ത് ഫലം കായ്ക്കണമെങ്കിൽ ചരിത്രം പറയുന്നു, അഭിഷക്തന്മാർ പ്രസംഗിക്കുന്നു, കുറഞ്ഞത് 6 മാസം വേണം. 6 മാസം കൊണ്ട് നടക്കേണ്ട സാധാരണ പ്രക്രിയ ഒരുത്തം വിശ്വസിച്ച് സാന്നിധ്യത്തിനകത്ത് കൊണ്ടുവച്ചപ്പോൾ 6 മാസം കൊണ്ട് നടക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് യഹോവ ചെയ്യാൻ നിർബന്ധിതനായി. 6 മാസം കൊണ്ട് നടക്കേണ്ട വിടുതൽ ഒറ്റ രാത്രി കൊണ്ട് വിശ്വസിച്ച് ഒരുത്തൻ കൊണ്ടുവച്ചപ്പോൾ ദൈവം അത് ചെയ്യാൻ നിർബന്ധിതനായെങ്കിൽ 6 മാസം കൊണ്ട് നടക്കേണ്ട നിന്റെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വിശ്വസിച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് യേശു അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നത് എത്ര ദൈവമക്കൾ ഇന്ന് മനസ്സിലാകുന്നോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വാസം. അടുത്ത വർഷമാണെന്നല്ല, അടുത്ത മാസമാണെന്നല്ല, ഇന്ന് രാത്രി വിശ്വസിച്ചാൽ ഒരു മിറക്കിൾ അതിനകത്ത് സംഭവിക്കും. ഒറ്റ അനുഭവം പറയാം, ഒറ്റ അനുഭവം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. ഒരു സെക്കൻഡ് നോക്കാം. ഒറ്റ അനുഭവം. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോലിക്കകത്ത് കയറിയ ഒരാളാണ്. നല്ല ബുദ്ധിയുള്ള ആളാണ്, എന്നെ പോലൊന്നുമല്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഭയങ്കര മിടുക്കനാ പുള്ളി ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോലിക്കകത്ത് കയറിയ ഒരാളാണ്. 18ാമത്തെ വയസ്സിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോലിക്കകത്ത് കയറിയ ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് തന്നെ ഇന്റർവ്യൂവിനകത്ത് 18ാമത്തെ വയസ്സിൽ സെലക്ട് ചെയ്യുന്നത്. താൻ എഞ്ചിനീയറാണ്. ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ താൻ വർക്കിന് കയറി. അവിടുത്തെ വർക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവരവിടുന്ന് കാനഡയിൽ അയച്ചു. കാനഡയിലെ വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവർ ജർമ്മനിയിലെ പ്രോജക്റ്റിന് അയച്ചു. ഇപ്പോൾ അവർ കുടുംബമായിട്ട് ജർമ്മനിയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ചില ദീർഘ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബ്രദറിലോ, എൻ്റെ അച്ചാച്ചൻ എന്നെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. എടാ, ഞാനിപ്പോൾ ദീർഘ വർഷങ്ങളായി ഇൻഫോസിസിൻ്റെ കമ്പനിയില്ല, ഇന്ത്യൻ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഒരു ജർമ്മൻ കമ്പനിയിലോട്ട് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, അച്ചാച്ചനൊരു കാര്യം ചെയ്യുക, പ്രാർത്ഥിക്ക്, യേശു അത്ഭുതം ചെയ്യും. അപ്പോൾ അച്ചാച്ചൻ എന്നോട് പറയാം, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ആരാധിച്ചു, വിശ്വസിച്ചു, എല്ലാം ചെയ്തു, പക്ഷേ യേശു ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആ വിഷയം ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഞാനൊരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് റൂമിനകത്ത് കയറി കുറേ മണിക്കൂർ ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ നിങ്ങൾക്കറിയാമോ, എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്നോട് ഒന്നും മിണ്ടുന്നില്ല. ഒരു വാക്കിപ്പോലും, ഒരു ദൂതിപ്പോലും, ഒരു വചനത്തെപ്പോലും യേശു എന്നോട് ഒന്നും മിണ്ടുന്നില്ല. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു. ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു, എടാ, നീ അച്ചാച്ചൻ്റെ വിഷയം പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം എന്നോട് ഒന്നും മിണ്ടുന്നില്ല, ദൈവം എന്നോടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, എടാ, അച്ചാച്ചൻ ഇനി വിളിക്കുകയാണെങ്കിൽ നീ എന്തെങ്കിലും ഒരു ദൂത് പറയണം. ഞാൻ പറഞ്ഞു, അയ്യോ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ ശുശ്രൂഷ കർത്താവ്, എടാ, നീ ദൂതായിട്ടൊന്നും പറയണ്ട. എന്തോ സൗണ്ടാടാ. സ്തോത്രം. നീ ദൂതായിട്ടൊന്നും പറയണ്ട, നീ ഇങ്ങനെ ഒരു ആശംസ പോലെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, എടാ, ഞാൻ നോക്കട്ടെ, പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കട്ടെ, കാരണം ബുദ്ധി കൊണ്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തോ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ നിന്നപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു, മക്കളെ വിഷയം പ്രാർത്ഥിച്ചോടാ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാ. ദൈവം എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് എത്ര അച്ഛാ ഡേറ്റ്? പുള്ളി പറഞ്ഞു, ഇന്ന് സെപ്റ്റംബർ മാസം 8-ാം തീയതി ഇല്ലയോ? ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ മാസം 8-ാം തീയതി അല്ലേ? സെപ്റ്റംബർ മാസം 18-ാം തീയതി യേശു ഒരു അത്ഭുതം ചെയ്യും കേട്ടോ. സ്തോത്രം. ദൂതാണോ? ദൂതൊന്നും അല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ.
എനിക്ക് ഒറ്റ ചിന്തയുള്ളൂ, 18-ാം തീയതി വരെങ്കിലും പുള്ളി സ്വസ്ഥമായിട്ട് ഇരുന്നോളൂ വെച്ചാ സ്വോത്രം. 18-ാം തീയതി വരെങ്കിലും പുള്ളി മിണ്ടാതിരുന്നോളൂല്ലോ. അത്രയും ചിന്തിച്ചോളൂ. വായി തോന്നിയൊരു ഡേറ്റ് അതാ 18. ഞാൻ പറഞ്ഞു 18-ാം തീയതി പ്രാർത്ഥിച്ച് പറഞ്ഞൊന്നുമില്ല കേട്ടോ, വായി തോന്നിയൊരു ഡേറ്റാ. ഞാനത് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ഫോൺ വെച്ചു. ഞാനത് ധൃതിയിൽ പിന്നെ ശ്രദ്ധിച്ചുമില്ല. 18-ാം തീയതി രാവിലെ എനിക്കൊരു വിളി. ജർമ്മനിയിലെ സമയവും ഇന്ത്യൻ സമയം തമ്മിൽ 3.5 മണിക്കൂർ ബാക്കാണ്. അവിടുത്തെ നല്ല രാവിലെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് പുള്ളി രാവിലെ എഴുന്നേറ്റ് എന്നെ വിളിച്ചു. അപ്പം ഇന്ത്യൻ സമയം ഏകദേശം 6 മണി 7 മണി ആകുന്നേ ഉള്ളൂ രാവിലെ. ഞാൻ ചോദിച്ചു, എന്നാച്ചാ ഇത്രയും വെളുപ്പാ രാവിലെ? പുള്ളി പറഞ്ഞു, മക്കളെ ഇന്നാടാ സെപ്റ്റംബർ മാസം 18-ാം തീയതി. എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, സെപ്റ്റംബർ മാസം 18-ാം തീയതി എന്തുവാ പ്രത്യേകത? അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആണോ? പുള്ളി പറഞ്ഞു, ബർത്ത്ഡേയോ? ഇന്നല്ലയോ യേശു അത്ഭുതം ചെയ്യുന്നതെന്ന്. ഞാൻ ചോദിച്ചു, അതാരാ പറഞ്ഞേ? എടാ നീ അല്ലോടാ പറഞ്ഞേ 18-ാം തീയതി യേശു. എനിക്ക് അപ്പളാ ബോധം വീഴുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചാച്ച അച്ഛനത് ഓർത്തുകൊണ്ടിരിക്കുവാന്നോ? പിന്നെ യേശു ഇന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു പറഞ്ഞ് പുള്ളി ഫോണും വെച്ചു. എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. ഉച്ചയായിട്ട് വിളിച്ചിട്ട് പുള്ളിയുടെ ശബ്ദത്തിൻ്റെ ടോണൊക്കെ മാറി. പുള്ളി പറഞ്ഞു, മകളെ 18-ാം തീയതി ഇതുവരെ ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞു, യേശു അത്ഭുതം ചെയ്യുവച്ചാ. ഞാൻ പിന്നെ വിചാരിച്ചു വൈകിട്ട് വിളിച്ചിട്ടേ സ്തോത്രം ഇച്ചിരി നേരം അച്ഛൻ്റെ കൂടെ നിൽക്കാവോ? ഇച്ചിരി നേരം നിൽക്കാവോ? വേണ്ടേ? സ്തോത്രം. പേടിക്കണ്ട കേട്ടോ. എൻ്റെ കൊച്ചിനും 8 മാസം. എനിക്കറിയാം ഈ കുസൃതിയൊക്കെ. നിങ്ങൾ അതിൻ്റെ കൂടെ ഓടി കളിക്കാതിരുന്നാൽ മതി. അവ ഓടി കളിച്ചോട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവർ ഓടിക്കളിക്കേണ്ട പ്രായം ഇപ്പം. സ്തോത്രം. നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ വിചാരിച്ചു വൈകിട്ട് വിളിച്ചിട്ട് ശാന്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊരു ചിന്തയിൽ ഞാൻ അങ്ങനെ ഇരിക്കുക. വൈകിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് വെച്ചു, മക്കളെ യേശു അത്ഭുതമൊന്നും ചെയ്തില്ല, ഇനി ഒട്ട് ചെയ്യാനും പോകുന്നില്ല. അതെന്താ? വൈകിട്ട് ഇനി എന്തോ നടക്കാനാ? ഒന്നും നടക്കത്തില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് അവസാനം ഒരു കാര്യം പറഞ്ഞു, എടാ ദൂത് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണോടാ, എന്തിനടാ കൈ നിട്ട് ദൂത് പറയുന്നതെന്ന്. സ്തോത്രം. അതും കൂടെ ആയപ്പോൾ എനിക്ക് സങ്കടമായി. പുള്ളി ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും വിളിച്ചു. ഞാൻ വിചാരിച്ചു പഴയതിൻ്റെ ബാക്കി പറയാനായിരിക്കുമെന്ന്. ഞാൻ രണ്ടാമത് പുള്ളി വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ കൈയൊക്കെ കൂപ്പിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ എക്സ്ട്രീംലി സോറി, ഒന്നുമില്ല അച്ചാച്ചൻ്റെ ബ്രദറിലോയെ അല്ലയോ വെച്ചാൽ ഞാൻ ഇങ്ങനെയും പള്ളു പറയല്ലേ, ഇങ്ങനെയും എന്നോട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടല്ലേ. അച്ഛ മക്കളെ 1 മിനിറ്റ് അവനെ പിടിച്ചിരുത്തടാ. ഒരു മിനിറ്റ് അവനെ പിടിച്ചിരുത്ത്. ഓക്കെ, ഇങ്ങനെയും പള്ളു പറയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കൈയൊക്കെ കൂപ്പിന്നപ്പോൾ പുള്ളി എന്നോട് പറയുകയാണേ, അച്ഛാ അയ്യോ എടാ പള്ളു പറയാൻ വിളിച്ചതല്ലടാ, യേശു അത്ഭുതം ചെയ്തെന്നൊരു സ്വത്രം പറഞ്ഞാട്ട്. എനിക്കങ്ങ് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി അച്ഛാ. ഞാൻ പറഞ്ഞു അത്ഭുതം നടന്നു. പുള്ളി പറഞ്ഞു ആടാ ഒരു അത്ഭുതം നടന്നു. ഞാൻ ചോദിച്ചു എന്നാച്ചാ അത്ഭുതം? എടാ 3ാമത് നിന്നെ ഫോൺ ചെയ്ത് ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചില്ലേടാ. എന്നിട്ട് ഞാനേ ദേഷ്യപ്പെട്ടിട്ട് ലാപ്പൊക്കെ തുറന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തൊരു കർത്താവാ ഇത്, അത്ഭുതം ചെയ്യാത്ത ദൈവം എന്നൊക്കെ പറഞ്ഞ് ലാപ്പൊക്കെ ഇങ്ങനെ തുറന്നു. ലാപ്പ് തുറന്നപ്പോൾ എടാ 3 മെയിൽ അടുപ്പിച്ച് വന്ന് കിടക്കുക. ഞാൻ ചോദിച്ചു 3 മെയിലോ? എന്തു വച്ചാ അത്? എടാ ഇവിടുത്തെ ടോപ്പ് 3 ജർമ്മൻ കമ്പനിയുടെ മെയിലാടാ. ഞാൻ ചോദിച്ചു മെയിലിനകത്ത് എന്തുവാ? പണ്ടെങ്ങാണ്ട് ഞാൻ കൊടുത്തിട്ട ബയോഡേറ്റ. അവരിപ്പോഴത് തപ്പിയെടുത്തേ. അവർ 3 പേരെ അടുപ്പിച്ച് എനിക്ക് 3 കമ്പനി മെയിൽ അയച്ചിട്ട് പറയാ, ഇപ്പോഴാ കന്നത്തെ നിന്റെ ബയോഡാറ്റ ഞങ്ങൾ കണ്ടേ, നിനക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനകത്തുണ്ടായിരുന്നോ, നീ ഒരു സാലറി പറ, ഓക്കെ ആണെങ്കിൽ അടുത്ത ദിവസം തൊട്ട് ജോയിൻ ചെയ്തോളാം. സ്തോത്രം. രക്തവിഷയം എടുക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് രഹസ്യം പറയട്ടെ, നിങ്ങളോട് ഒരു മാർമിക രഹസ്യം പറയട്ടെ. യേശു 18-ാം തീയതി അത്ഭുതം ചെയ്യാൻ തീരുമാനിച്ചേ എനിക്കറിയാൻ പാടില്ല. എൻ്റെ വായി തോന്നിയൊരു ഡേറ്റാ. പക്ഷെ പിന്നെ അച്ചാച്ചൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായി തറച്ചിരുന്നു. എടാ നീ ചുമ്മാതെ പറഞ്ഞ ഡേറ്റ് ആണെങ്കിലും ആ 18-ാം തീയതിക്ക് വേണ്ടി കഴിഞ്ഞ 3 ദിവസം ഞാൻ ആഹാരം വെടിഞ്ഞ് ദൈവസന്നിധി ഇരിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു 18-ാം തീയതി അത്ഭുതം നടക്കണം. വായി തോന്നിയ ചുമ്മാതൊരു ഡേറ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഒരുത്തനത് വിശ്വസിക്കാൻ തയ്യാറായതിൻ്റെ പേരിൽ യേശു അന്നേ ദിവസം ഒരു അത്ഭുതം ചെയ്യാൻ നിർബന്ധിതനായി. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ നോക്കി ഞാൻ പറയാ, അടുത്ത മാസം അത്ഭുതം നടക്കത്തുള്ളെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ രാത്രിയിൽ നിന്റെ വിശ്വാസം വലുതാണെങ്കിൽ നീ ഇന്ന് രാത്രി പറയണം, ഈ രാത്രി മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ഇന്ന് രാത്രി ഒരു അത്ഭുതം കാണണം. എത്ര പേർ ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും? ആത്മാവിൽ ശബ്ദമുയർത്തി ഈ അവസാന സെക്കൻഡുകൾ ആ വെളിപ്പാട് മനസ്സിലാകുന്ന ദൈവത്തിന്റെ മക്കൾ പറ, ഈ യോഗം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് എല്ലാ കണ്ണുകളും അടയട്ടെ. ആത്മാവിൽ ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാ ശബ്ദവും ഇന്ന് രാത്രി ഉയരട്ടെ. മിറക്കിളുകൾ ഇന്ന് രാത്രി നടക്കണം, അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നടക്കണം. ഇന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് ഞാനും പ്രാർത്ഥിക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയത്തിലെല്ലാം ഇന്ന് രാത്രി അത്ഭുതം നടക്കണം മക്കളെ. എല്ലാ വിഷയത്തിൽ ഇന്ന് രാത്രി അത്ഭുതം നടക്കണം. എല്ലാ വിഷയത്തിൽ ഇന്ന് രാത്രി അത്ഭുതം നടക്കണം. എല്ലാ വിഷയത്തിൽ ഇന്ന് രാത്രി മിറക്കൽ നടക്കണം. എല്ലാ വിഷയത്തിൽ ഇന്ന് രാത്രി ദൈവകരം ചലിക്കണം. പ്രാർത്ഥിച്ചേ. അറമനം ശാതകനം ദാനകസി ഹത്പരം ധരാധനം